അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം എം അക്ബർ സാഹിബ് തെരുവുകൾ തോറും അലഞ്ഞു തിരിഞ്ഞ് ഇസ്ലാമിക പ്രമാണങ്ങളെയും ഇസ്ലാമിൻ്റെ ആദർശത്തെയും മുഹമ്മദ് നബി എന്ന് പറയുന്ന മാതൃകാ പുരുഷനെയും ഡിഫെൻഡ് ചെയ്യാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ഒരു വേള നമ്മുടെ എന്താ പറയുക, അൺമാസ്കിംഗ് അനോമലീസിലെ പിള്ളേരെയൊക്കെ കണ്ടിട്ട് ഇനി അവർ കാര്യങ്ങൾ നോക്കിക്കോളും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരിപാടികളിലേക്ക് പോവുകയും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ വൈറ്റിലെ ഓഫീസ് താൽക്കാലികമായിട്ടെങ്കിലും ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ വിവരം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. എന്തായാലും നമ്മൾ ആ വിവരം പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത് പൂട്ടി പച്ചനിച്ച് പോയി മഞ്ഞനിച്ച് ഇനാക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നേരിയ ഒരു നിരാശയും അതിനോടുള്ള ഒരു പ്രതികരണവും എന്ന രീതിയിലാണ് വീണ്ടും നാസ്തികതയുടെ തെരുവ് വിചാരണ എന്ന പേരിലാണ് ഇപ്പോൾ തെരുവുകൾ തോറും അദ്ദേഹത്തിൻ്റെ സംഘടനയും അല്ലെങ്കിൽ സംഘവും അദ്ദേഹത്തിൻ്റെ നീലനിച്ചിൻ്റെ എംബ്ലമൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് പരിപാടികൾ നടത്തുന്നത്. മണ്ണാർക്കാട് കുന്തിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് എം അക്ബർ സാഹിബ് ചെന്ന് നടത്തിയിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്ന പരിപാടിയിൽ നാസ്തികതയുടെ തെരുവ് വിചാരണ എന്ന പരിപാടിയുടെ മറുപടി അക്ബറും ഇസ്ലാമും തെരുവിൽ എന്നാണ് നമ്മൾ ഈ പരമ്പരയ്ക്ക് പേരിട്ടുള്ളത്. അതിലെ രണ്ടാമത്തെ വീഡിയോ മണ്ണാർക്കാട് അദ്ദേഹം നടത്തിയിട്ടുള്ള തെരുവ് വിചാരണയുടെ റിയാക്ഷൻ വീഡിയോയിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗം നമ്മൾ 2-3 ദിവസം മുൻപ് ചെയ്ത് കഴിഞ്ഞു. ഇസ്ലാമിലെ വിമർശനങ്ങളിൽ പല വിഷയങ്ങളും നമ്മൾക്ക് തീരെ താല്പര്യമില്ലാത്ത കുറേ വിഷയങ്ങളുണ്ട്. ഇസ്ലാമിലെ മുഹമ്മദിന്റെ വിമർശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ തന്നെ കമന്റ് ബോക്സിൽ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ തോട്ടത്തിലെ കേസൊക്കെ കുറെ കാലമായില്ലേ വിട്ടുകളയുമായി എന്ന് പറയുന്നത് പോലെ തോട്ടത്തിലെ കല്യാണം, ആയിഷ കല്യാണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇഷ്ട വിഷയങ്ങളല്ല. അതേ സമയത്ത് ഇതൊക്കെ ഏകപക്ഷീയമായിട്ട് ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സംശയം ചോദിക്കുമ്പോൾ സത്യസന്ധമായ മറുപടി പറയുന്നതിന് പകരം തെറ്റായ കാര്യങ്ങൾ വളച്ചൊടിച്ച് കിതാബിലുള്ളതിനും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതിനും വിരുദ്ധമായി ചോദ്യം ചോദിച്ച ആളെ കബളിപ്പിക്കുകയും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അവരെയൊക്കെ പറ്റിക്കുകയോ ചെയ്യുക എന്ന നിലവാരത്തിൽ മറുപടി പറഞ്ഞു പോകുന്ന അക്ബറിന്റെ ഒരു സ്ഥിരം ശൈലി, ആ ശൈലിയോടുള്ള പ്രതികരണം എന്ന രീതിയിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ വരുന്നത്. ആയിഷ കല്യാണമൊക്കെ നമ്മൾ പിന്നെയും പറയേണ്ടി വരുന്നത് അത്തരം കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. അല്ലാതെ 6-ാം നൂറ്റാണ്ടിലൊരു മനുഷ്യൻ ആയിഷയെ കല്യാണം കഴിച്ചു എന്ന ഒരു പ്രശ്നത്തെ മുൻനിർത്തിയിട്ട് അയാൾ അവഹേളിക്കുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം. അത് ഇന്ന് ന്യായീകരിക്കുകയും വക്രീകരിക്കുകയും തെറ്റായി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വസ്തുത പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് വരും. അങ്ങനെ നമ്മൾ ഈ സത്യം പറയുന്നു. അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ മണ്ണാർക്കാട്ടുകാരൻ തന്നെയായിട്ടുള്ള ഒരു സഹോദരന്റെ ചോദ്യം, ഇന്ന് ഇസ്ലാം മത വിമർശകർക്കപ്പുറത്ത്, ഇസ്ലാം മതത്തിന് പുറത്തുള്ള വിമർശകർ അല്ലാതെ ഇസ്ലാമിനകത്ത് തന്നെയുള്ള ഇസ്ലാം മതത്തിനകത്ത് തന്നെയുള്ള വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ മുഹമ്മദിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ തരം വിമർശനങ്ങൾക്ക് കാരണമായിട്ട് അവർ പരിഗണിക്കുന്ന സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരി എന്ന് തുടങ്ങി ഇവർ പ്രമാണമായിട്ട് വിചാരിക്കുന്ന പല ഹദീസുകൾ ഉൾപ്പെടെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെയും ചില തഫ്സീറുകളെയും ചരിത്ര പുസ്തകങ്ങളെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിലവിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് ഊറ്റം കൊള്ളുന്ന സുന്നി ഇസ്ലാം എന്ന് നമ്മൾ പൊതുവിൽ പറയുന്ന അല്ലെങ്കിൽ ഷിയാധാരയിൽ തന്നെയുള്ള ചില ആശയങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആധുനിക കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പിന്നീടുള്ളവർ അവരുടെ താല്പര്യത്തിന് എഴുതി ചേർത്തതാണെന്നും ഹദീസിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഗ്രന്ഥത്തിൽ അങ്ങനെ ഉണ്ടെങ്കിലും അതൊന്നും പ്രവാചകന്റെ കുറ്റമല്ല, അതൊക്കെ പിന്നീട് ആളുകൾ എഴുതി ചേർത്തതും മുഹമ്മദ് നബിയെ അവഹേളിക്കാൻ വേണ്ടി ശത്രുക്കൾ കടത്തിക്കൂട്ടിയതുമായിട്ടുള്ള സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹദീസ് തള്ളുന്ന ഒരു വിഭാഗം ഇസ്ലാമിനകത്ത് തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. നിരവധി പണ്ഡിതന്മാർ കേരളത്തിൽ ആ ഗണത്തിലുണ്ട്. പല ആളുകളും പലതരത്തിൽ പല തോതിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ തള്ളാറുണ്ട്. അപ്പം അങ്ങനെ തള്ളിക്കളയുന്ന ആളുകളെ കുറിച്ചുള്ള മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു സുഹൃത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം അതിൽ ഇങ്ങനെ മുഹമ്മദ് നബിയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഹദീസുകൾ ഉണ്ട് എന്നതിന്റെ തെളിവായിട്ട് അദ്ദേഹം ഉയർത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ഹദീസിനെ മുൻനിർത്തി തോട്ടത്തിലെ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും അതിൽ എണ്ണമറ്റ നുണകൾ പറയുകയുമാണ് അക്ബർ ചെയ്യുന്നത്. അക്ബർ അവിടെ അപ്പോൾ നിന്നുകൊണ്ട് ഒരു എന്താ പറയുക വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു കഥ മെനയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഹിഹായ ഹദീസുകൾ ഉണ്ടായിരിക്കെ, സീറകൾ അവിടെ ഉണ്ടായിരിക്കെ, അതേപോലെ തന്നെ മുത്തഫഖുൻ അലൈഹി ആയിട്ട് വന്ന ഹദീസുകൾ ഉണ്ടായിരിക്കെ, ഇബ്നു സഅദിനെ പോലെയുള്ള ഇദ്ദേഹം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കാറുള്ള പുസ്തകത്തിൽ ഈ വസ്തുതകളുടെ കൃത്യമായിട്ടുള്ള നരേഷൻ ഉണ്ടായിരിക്കെ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കഥ അക്ബർ അവിടെ ഈ സംഭവത്തെ ന്യായീകരിക്കാൻ വേണ്ടി മെനയുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം നമ്മൾ വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ആ സംഭവത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം, അദ്ദേഹത്തിന്റെ ഉത്തരം എന്നിവ നമുക്ക് കാണാം. എൻ്റെ പേര് അഫ്സൽ, മണ്ണാർക്കാട് എന്ന സ്ഥലം. ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇസ്ലാമിൻ്റെ പ്രധാന പ്രമാണങ്ങളായ സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ചില 56, 55 അങ്ങനെ ചില ഹദീസുകൾ അതിൻ്റെ ഉദാഹരണങ്ങളായി അവർ കാണിക്കുന്നു. ഇതിലുള്ള യാഥാർത്ഥ്യം എന്താണ്? അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഹദീസുകൾ ഇതിലുണ്ടെങ്കിൽ ഈ പ്രമാണങ്ങളുടെ ഒരു യാഥാസ്ഥിതികത, അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിൽ നമ്മളെങ്ങനെ വിശ്വസിക്കും എന്നാണ് അറിയുന്നത്. അപ്പൊ പണ്ഡിതന്മാർ, ഇസ്ലാം മതത്തിനകത്ത് തന്നെയുള്ള പണ്ഡിതന്മാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ഇസ്ലാം മതത്തിനകത്ത് തന്നെയുള്ള ഹദീസ് വിമർശകരും ഹദീസ് വിരുദ്ധ
അല്ലെങ്കിൽ ഹദീസിലെ ചില കാര്യങ്ങളിൽ അപാകതകളുണ്ട് എന്ന് വാദിക്കുന്നവരുമായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ചോദ്യമാണ്. മുഹമ്മദ് നബി അപകീർത്തിപ്പെടുത്താൻ വിമർശകർ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇവർ സഹിഹായി കണക്കാക്കപ്പെടുന്ന ഏറ്റവും ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാം പ്രമാണമായിട്ടൊക്കെ വിചാരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പോലും അത്തരം സംഭവങ്ങൾ ഉണ്ട് എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിമർശനം. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇത്തരം ഹദീസുകളൊക്കെ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് മോശമായിട്ടുള്ള ചിത്രം പൊതുസമൂഹത്തിലേക്ക് നൽകുന്ന തരത്തിലുള്ള ഹദീസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒതന്റിസിറ്റി എങ്ങനെയാണ് അതൊക്കെ ഈ ഹദീസുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് റിലേ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വളരെ സത്യസന്ധമായ ഒരു വിശ്വാസിയുടെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സംശയം. ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ഹദീസ് പറയുന്നത് കേൾക്കുമ്പോൾ ഈ ഒരു സംശയം ഉണ്ടാവാത്ത വിശ്വാസി എന്ന് പറയുന്നത് അപൂർവമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഹദീസ് തീരെ പരിഗണിക്കാത്ത ആളായിരുന്നിരിക്കണം. അല്ലാത്ത എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും ഏതെങ്കിലും ഒരു സംഭവത്തിലെങ്കിലും ഇത്തരം ആശങ്ക തോന്നിയിട്ടുണ്ടാവാം, ഈ ഹദീസുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആശ തോന്നിയിട്ടുണ്ടാവാം. അപ്പൊ അത്തരം സംഭവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് അക്ബറിനോടുള്ള ചോദ്യം തികച്ചും ഇസ്ലാമിനകത്തുള്ള വിശ്വാസികൾ അവർ തന്നെ പരസ്പരം തർക്കിക്കുന്ന ഹദീസിലെ ചില വിഷയങ്ങളെ കുറിച്ചൊക്കെയുള്ള ചോദ്യമാണ്. ഇതിൽ വിമർശകരോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് അവകാശപ്പെടുന്നവരായിട്ടുള്ള ആളുകളുടെ ഒന്നും സാന്നിധ്യം ഈ ചോദ്യത്തിൽ ഇല്ല. പക്ഷെ ഉത്തരം വേറൊരു രീതിയിലാണ് പോകുന്നത്. ഇതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മുജാഹിദ് വിഭാഗത്തിൽ തന്നെ, അതായത് നമ്മുടെ നാട്ടിലുള്ള സുന്നി മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയിട്ടുള്ള മുജാഹിദ് വിഭാഗത്തിൽ തന്നെയുള്ള ആളുകൾ തമ്മിൽ ഈ തർക്കം വാസ്തവത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ഏതെങ്കിലും ശത്രുക്കളല്ല, കേരളത്തിലെ യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന മുജാഹിദ് വിഭാഗത്തിൽ തന്നെ മുഹമ്മദ് നബിക്ക് മാട്ടുമാരണം, അതായത് സിഹർ, കൂടോത്രം ബാധിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ അതിന്റെ വസ്തുതയെ പരിഗണിക്കുന്ന അവസ്ഥയിൽ അതിന്റെ ആ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹദീസുകളിൽ ചില ഹദീസുകൾ ലഈഫാണ്, ചില ഹദീസുകൾ സ്വീകാര്യോഗ്യമല്ല എന്ന നിലപാടെടുക്കുകയും എന്നാൽ ഹദീസ് ലഈഫ് അല്ല എന്ന് വാദിക്കുന്ന ആളുകൾ മുജാഹിദുകൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതേപോലെ തന്നെ മുഹമ്മദ് നബി വിഷാദത്തിന് അടിപ്പെട്ടു ഒരു സമയത്ത് മുഹമ്മദ് നബി വഹി നിലച്ചുപോയ സമയത്ത് മുഹമ്മദ് നബി ആകെ വിഷാദത്തിലായി എന്നും അങ്ങനെ മലയുടെ മുകളിൽ കയറി അവിടുന്ന് താഴോട്ട് ചാടിയാലോ എന്ന് പലതവണ ആലോചിച്ചിരുന്നു എന്നും അപ്പോഴൊക്കെ ജിബ്രീൽ വന്നിട്ട് മുഹമ്മദ് നബിയെ ആശ്വസിപ്പിക്കുകയോ തടയുകയോ ചെയ്യുമായിരുന്നു എന്നുള്ള ഒരു ഹദീസിനെ കുറിച്ച് നമ്മൾ പണ്ട് ക്ലബ് ഹൗസിൽ ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. പക്ഷെ ആ ഹദീസിന്റെ പകുതി ഭാഗം സ്വീകാര്യയോഗ്യവും പകുതി ഭാഗം നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല, അതിന്റെ സനത് മുറിഞ്ഞുപോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ബിലാലുമായി ബന്ധപ്പെട്ട് ബിലാല് വിഗ്രഹങ്ങളുടെ മുകളിൽ മലമൂത്ര വിസർജനം ചെയ്തു എന്ന് പറയുന്ന ഭാഗത്ത് എത്തുമ്പോൾ അതിൽ നരേഷൻ മുറിഞ്ഞു പോയി എന്ന ന്യായവാദം ഉപയോഗിച്ചുകൊണ്ട് ഹദീസിനെ ഇവർ തന്നെ തള്ളാറുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഹദീസ് അങ്ങനെ ആൾ തള്ളാൻ പറ്റില്ല, ഹദീസ് തള്ളുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, ഹദീസിൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നമൊന്നുമില്ല, അത് എഴുതിയത് അങ്ങനെയാണെങ്കിലും വായിക്കേണ്ടത് അങ്ങനെയൊന്നുമല്ല എന്ന തന്ത്രം പറയുന്ന ആൾക്കാർ തന്നെ അവർക്ക് ചില സന്നിഗ്ധ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻക്ലൂഡിങ് അക്ബർ സാഹിബ് പോലും ഹദീസ് തള്ളുന്നത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അതിലേക്ക് നമ്മൾ വരാം. എന്തായാലും ഈ വിഷയത്തിൽ ഹദീസുമായി ബന്ധപ്പെട്ട ഈ ചോദ്യത്തിന് അക്ബറിന്റെ മറുപടിയിലൂടെ നമുക്ക് പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഹദീസുകളിലുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ അതിൻ്റെ പ്രാമാണികത നമ്മൾ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ചോദ്യം. അവരുടെ മാനദണ്ഡം ഉപയോഗിച്ച് പരിശോധിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഹദീസുകളിൽ മാത്രമല്ല ഉണ്ടാവുക, പരിശുദ്ധ ഖുർആനിലും കൂടി ഉണ്ടാകും. അതാണ് അക്ബർ സാഹിബിന്റെ ഒരു പ്രത്യേകത. അദ്ദേഹം ചോദിച്ചിരുന്ന ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കും. ഇപ്പൊ ഇവിടെ ചോദ്യം ചോദിച്ച വ്യക്തി ഉന്നയിക്കുന്ന സംശയവും ആ ചോദ്യത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവവും ഹദീസുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇദ്ദേഹം ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഖുർആനിനെ കൂടി ആ സംശയത്തിന്റെ നിഴലിലേക്ക് നിർത്തുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഖുർആനിനെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ ഈ പറയുന്ന അത്ര പോലെ സംരക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥമല്ല എന്ന് സംശയിക്കത്തക്ക ചില വർത്തമാനം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഉത്തരത്തിലൂടെ സഞ്ചരിക്കുന്നത്. അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഹദീസിൽ മാത്രമല്ല ഖുർആനിലും പ്രശ്നമുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് ഹദീസിൽ മുഹമ്മദ് നബി നബീദ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം അല്ലെ, ഈന്തപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പഴം എന്ന് പറയുന്ന ഈ സംഭവം അത് ഫെർമെന്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ദ്രാവകം, നബീദ് എന്ന് പറയുന്ന ഒരു തരം മദ്യം എന്ന് പറയാവുന്ന ഗണത്തിൽപ്പെടാവുന്ന ഒരു സംഭവം, അത് കുടിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണുമ്പോൾ നിങ്ങൾ ബേജാറാവും, ഹദീസ് തള്ളാൻ ശ്രമിക്കുകയും ചെയ്യരുത് എന്നും മുഹമ്മദ് നബി മാത്രമല്ല ലക്ഷദ്വീപിൽ പോയപ്പോൾ ഞാനും കള്ളു കുടിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്ത മഹാനാണ് അക്ബർ സാഹിബ്. എന്ന് പറഞ്ഞാൽ ഹദീസിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് സഹിക്കാൻ തയ്യാറാണ്, എന്തു പറയും. അപ്പോൾ ഹദീസിനെ തള്ളുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി ഹദീസിനെ തള്ളിയങ്ങൾ ഖുർആനും തള്ളേണ്ടി വരും. ഹദീസിനെ കുറിച്ച് ഇവർ ഈ പറയുന്ന സകല പ്രശ്നങ്ങൾ ഖുർആനിലുണ്ട് എന്നാണ് ഇപ്പൊ ഇദ്ദേഹത്തെ ചോദ്യകർത്താവിനെ ഒന്ന് പേടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അക്ബർ സാഹിബ് നടത്തുന്നത്. എന്ന് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ ഖുർആന്റെ കടക്കൽ കത്തിവെക്കുന്ന ചില വർത്താനം പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. ഹദീസുകൾ എന്നത്
56, 85 മാത്രം എടുത്ത് പരിശോധിക്കേണ്ട ഒരു വിജ്ഞാന ശാഖയല്ല. ഹദീസുകൾ എന്നത് വലിയൊരു വൈജ്ഞാനിക ശാഖയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ ആൻസർ ചെയ്യുമ്പോൾ വേറെ നോക്കിയിരുന്നാലും കാര്യം മനസ്സിലാവില്ല. നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. അക്ബർ സാഹിബ് പിന്നെ എപ്പോഴും ചെയ്യുന്ന വേറൊരു തന്ത്രം, ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു എന്ന രീതിയിൽ ആ യഥാർത്ഥ ഹദീസ് നമ്പർ മാറ്റി പറയുക എന്നൊരു പരിപാടിയുണ്ട്. ഇത് ഈ നബീദിന്റെ വിഷയം അദ്ദേഹം സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇതേ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. ഇവിടെയും അദ്ദേഹം ചെയ്യുന്നത് 52, 55 എന്ന് ചോദ്യകർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്ന സമയത്ത് ഹദീസ് എന്ന് പറഞ്ഞാൽ 52, 85 എന്ന് വെറുതെ നോക്കല്ല, ഞാൻ 52, 85 എന്ന് ഒന്ന് പറയാം. അതായത് ആരെങ്കിലും ഇനിയിപ്പോൾ പോയി നോക്കിയിട്ട് പുതിയ ഒരാൾ പോയി ഹദീസ് എടുത്ത് നോക്കി 52, 55 കണ്ടിട്ട് പ്രശ്നമാകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. മേ ബി അദ്ദേഹത്തിന്റെ ഒരു കരുതലായിരിക്കാം. എന്തായാലും രസകരമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കൈയടക്കം, മെയ്വഴക്കം എന്നൊക്കെ പറയുന്നത്. എന്തായാലും അങ്ങനെയല്ല ഹദീസ് പരിശോധിക്കേണ്ടത്, ശ്രദ്ധിച്ചിരിക്കണം. എനിക്കും അതിനെ പറയുള്ളൂ. അക്ബർ സാഹിബാണ് മറുപടി പറയുന്നത്. നല്ലോണം മുറുക്കി പിടിച്ച് ശ്രദ്ധിച്ചിരുന്നാലാണ് ഈ സാധനങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് പല ആൾക്കാർക്കും പറയുന്നത് വിചാരിക്കുന്നുണ്ടാവും ഈ തോട്ടത്തിലെ കഥയല്ലേ, ഇത് നമ്മൾ കുറെ കണ്ടിരിക്കണം എന്നൊക്കെ തോന്നണം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു കഥയാണ് ഇദ്ദേഹം ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അക്ബർ സാഹിബ് ഉത്തരം പറയുമ്പോൾ അവിടെ ഇവിടെ നോക്കിയിരുന്നിട്ട് പിന്നെ ഉത്തരം കിട്ടിയില്ല എന്നൊന്നും പറയരുത്. ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി എഴുതപ്പെട്ടതായിരിക്കും. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവാചകനിൽ നിന്ന് ലഭിച്ച ഹദീസുകളായിരിക്കും അവർ ഉദ്ധരിച്ചിട്ടുണ്ടാവുക. ഉദാഹരണത്തിന് നമസ്കാരത്തെക്കുറിച്ച്, നമസ്കാരത്തിന്റെ വുദൂവിനെ കുറിച്ച് അത് പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് ബുഖാരി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അല്ല, അവിടെ അതിനു വേണ്ടിയുള്ള ഒരു ബാബ് ഉണ്ടാകും. ആ ബാബിന് അവർ ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും. ആ ബാബിന് ആവശ്യമായ ഹദീസിലെ ഭാഗമായിരിക്കും അവർ ഉദ്ധരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ നിവേദനം ചെയ്തിട്ടുണ്ടാവുക. ഇതിന്റെ ബാക്കി അതുമായി തന്നെ ആ പ്രവാചകന്റെ ചിലപ്പോൾ ആ സംസാരത്തിൽ തന്നെയുള്ള അതിന്റെ ബാക്കി ഭാഗം മറ്റേതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഒന്ന് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഹദീസുകളെ പരിശോധന വിധേയമാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വാലും തലയില്ലാത്ത രീതിയിൽ എഴുതി ചേർത്ത പുസ്തകങ്ങളാണ് എന്നാണ് പച്ച മലയാളത്തിൽ ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം ഒരു കിതാബിൽ ഒരു പ്രത്യേക വിഷയം പറയാൻ വേണ്ടി ഒരു ഹദീസ് എഴുതുമ്പോൾ ആ ഒരു ഹദീസിലെ ആ ഒരു ഭാഗം മാത്രം ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ബാക്കി ഭാഗം വേറെ സ്ഥലത്തുണ്ടാവും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വാലും തലയില്ലാതെ തൊള്ളി തോന്നിയ പോലെ തുന്നിക്കൂട്ടി വെച്ച ഒരു കിതാബ് എന്നാണ് ഇദ്ദേഹം ഹദീസിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഹദീസ് വായിക്കുമ്പോൾ നിങ്ങൾ ഒരു ഹദീസ് നോക്കി ശരിയാണല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നോക്കി നിങ്ങൾ പോയാൽ നിങ്ങൾ പെട്ടുപോകും. അതിനെ പിന്നാലെ പോയിട്ട് ആ ഹദീസോ അതുമായി ബന്ധപ്പെട്ട ഹദീസോ അതിന്റെ മുന്നുള്ളതോ പിന്നുള്ളതോ വേറെ ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥത്തിൽ, വേറെ ഏതെങ്കിലും കിതാബിൽ, വേറെ ഏതെങ്കിലും ബാബിൽ ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതുമായിട്ട് മാച്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഹദീസ് എടുക്കാൻ. അല്ലാതെ നിങ്ങൾ പോയിട്ട് ഹദീസ് വായിച്ചാൽ ഹദീസ് ഉണ്ടല്ലോ അങ്ങനെയൊന്നും എടുക്കരുത് എന്ന് പറയും. അതേ സമയത്ത് ഇവർ മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന ഹദീസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴോ ഹദീസിന്റെ എവിടെന്നെങ്കിലും ഒരു വാലോ മുറിയോ പൊട്ടോ മതിയോ ഓൽക്കത് തൃപ്തിയാണ്. ആ ഹദീസ് ഏത് സാഹചര്യം, അതിന്റെ ബാക്കി എന്താണ്, ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്, ഇയാളോട് ഇത് പറയാനുള്ള കാരണം എന്തായിരുന്നു, ഇതൊക്കെ അപ്രസക്തമായി പോകും. ഇതിൽ വിഷയത്തിൽ വരുന്നല്ല, ഇത് ഞാൻ പറഞ്ഞു സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. അതുകൊണ്ടാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഫിഖ്ഹുകൾ ഉണ്ടായത്. 4 പ്രധാനപ്പെട്ട മദ്ഹബുകൾ ഉണ്ടാകാൻ തന്നെയുള്ള അടിസ്ഥാനപരമായ കാരണം ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഹദീസുകളെ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ച ഹദീസുകൾ, അത് ബുഖാരി മുസ്ലിം ഒന്നും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ അവർക്ക് ലഭിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള മതവിധികളാണ് അവർ പുറപ്പെടുവിച്ചത്. ഇതുകൊണ്ടാണ്, അതായത് ഈ ഹദീസ് ഈ കോലത്തിൽ കെട്ടിപ്പൂട്ടി വെച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഹദീസുകൾ ഈ കോലത്തിൽ തൊള്ളി തോന്നിയ പോലെ എഴുതി വെച്ചത് കൊണ്ടാണ് മദ്ഹബുകൾ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹദീസുകൾ അപ്പോൾ അവരുടെ മുന്നിൽ വന്ന വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇവർ കർമ്മശാസ്ത്ര വിധി പറയുകയും അത്തരം കർമ്മശാസ്ത്ര വിധികളുടെ വ്യത്യാസം കാരണം പല മദ്ഹബുകളായി പിരിയാൻ കാരണം ഹദീസിന്റെ ഈ ശൈലിയായിരുന്നു എന്നാണ് അദ്ദേഹം. ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നതിന് മുൻപാണല്ലോ ഇത് എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന മദ്ഹബുകളുടെയൊക്കെ കാലം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ കാലം കഴിഞ്ഞൊരു 100 വർഷത്തിനുള്ളിൽ മദ്ഹബുകളുടെ ഇമാമുമാരിൽ പലരും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 150 വർഷത്തിനുള്ളിൽ മദ്ഹബുകളുടെ കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ട്. അതും കഴിഞ്ഞ് പിന്നെയും 100-150 വർഷം കഴിഞ്ഞിട്ടാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുന്നത്. അപ്പൊ ഇത് തുടക്കം മുതൽ തന്നെ വാലും തലയില്ലാത്ത ഒരു കോലത്തിലാണ് ഉണ്ടായിരുന്നത് എന്നും വന്നവർ പണ്ഡിതന്മാർ അവരുടെ കയ്യിൽ എത്തിയ ഹദീസ്, അവരുടെ കയ്യിൽ കിട്ടിയ ഹദീസ് ആ സന്ദർഭത്തിൽ അവർക്ക് യുക്തം പോലെ മതവിധി പ്രഖ്യാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ മതവിധികളുള്ള മദ്ഹബുകൾ തന്നെ ഉണ്ടായി വരികയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. അപ്പം ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പ്രമാണങ്ങളും അതിന്റെ പ്രമാണങ്ങളിലെ 2ാം പ്രമാണമായിട്ട് ഇവർ വിചാരിക്കുന്ന തിരുസുന്നത്തുകൾ രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഹദീസുകളുടെയും അവസ്ഥ ഇതാണ് എന്നാണ് ഞാൻ പറയുന്നതല്ല. ഇതൊക്കെ അക്ബർ സാഹിബ് പറയണ കേട്ടോ. ഇതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ ഹദീസിൽ അങ്ങനെ പലതുണ്ടാവും, അതൊന്നും കണ്ട് നിങ്ങൾ ബേജാറാകരുത് എന്ന് പറയാൻ വേണ്ടി സമാധാനിപ്പിക്കുകയാണ്. ഇത്രയൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ ഈ തോട്ടത്തിലെ ഹദീസ് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഇനി ഇദ്ദേഹം ഇതും കഴിഞ്ഞ് ഖുർആനിലും വെറുതെ വിടുന്നില്ല. കണ്ടോളൂ. ഇതിൽ ഖുർആൻ നമ്മൾ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഖുർആൻ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം പരിശുദ്ധ ഖുർആൻ ഇപ്പോൾ എഴുതപ്പെട്ട മുസ്ഹഫിന്റെ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്ന് വരെ സംപ്രേഷണം ചെയ്യപ്പെട്ടു, കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണോ? അല്ല.
അപ്പൊ ഹദീസിന്റെ വിശ്വാസ്യതയിൽ ചോദ്യം ഉന്നയിക്കുന്നവർ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഖുർആൻ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാണ് ചോദ്യം. ഖുർആൻ ഇപ്പൊ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഹദീസ് നിങ്ങൾ സംശയം പ്രകടിപ്പിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ ഖുർആനെ കുറിച്ച് എന്ത് പറയും ഇതാണ് ചോദ്യം. ഇപ്പൊ ഉള്ള പോലെ ഒരു മുസാഫ് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് അള്ളാന്റെ റസൂല് ഉണ്ടാക്കി തന്നിക്കണോ? ഇല്ലല്ലോ. അപ്പൊ ഖുർആനും ഇല്ലല്ലോ അന്ന്. ഹദീസ് ഒക്കെ ഉണ്ടായ പോലെയൊക്കെ തന്നെയല്ലേ ഖുർആൻ ഉള്ളത് എന്നാണ് ഇദ്ദേഹം ചോദിക്കാൻ ശ്രമിക്കുന്നത്. ഇനി അദ്ദേഹം വിശദീകരിക്കുന്ന കേട്ടോളൂ. ഈമാനുള്ള ആൾക്കാർ വേണമെങ്കിൽ ഇപ്പൊ നിർത്തി പോയിക്കോളി, ഉള്ള ഈമാൻ പോകും, അതാണ് പറയുന്നത്. മറിച്ച് മുത്തവാത്തിറായ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെല്ലാം ഹദീസുകളുടെ അതേ രൂപത്തിൽ നിവേദനം ചെയ്യപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇതേ മനസ്സിലാക്കുക. ഹദീസുകൾ മുത്തവാത്തിർ, ആഹാദ് നിലപാട് വ്യത്യസ്ത രീതികളിൽ വിഭജിക്കാറുണ്ട്. ഇതേപോലെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബിമാരിലൂടെ വന്ന് ഖിറാഅത്തിന്റെ ഇമാമുമാരിൽ നിന്ന് അങ്ങനെ കടന്നു വന്ന് മുത്തവാത്തിറായ രൂപത്തിൽ ഇന്ന് വരെ എത്തിയിട്ടുണ്ട് എന്നതാണ് സത്യത്തിൽ ഖുർആനിന്റെ അതേപോലെ സംരക്ഷിക്കപ്പെട്ടു എന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവ്. ഇതൊരു യമണ്ടൻ അബദ്ധാണ്. മുത്തവാത്തിറായ ഹദീസുകൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ മുത്തവാത്തിറായിട്ട് ഖുർആനിലെ ആയത്തുകൾ ഓരോന്നും അതാത് ക്രമത്തിൽ അത് തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിരുന്നു എന്നതിന്റെ രേഖകൾ തെളിവായിട്ടുണ്ട് എന്ന് പറയുന്നത് ശുദ്ധമായ അബദ്ധമാണ്. ഖുർആൻ ആയത്തുകൾ അവതരിക്കുന്ന സംഭവം സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഒരു ഹദീസ് ശേഖരമോ അല്ലെങ്കിൽ ഖുർആന്റെ ക്രോഡീകരിച്ച രൂപമോ ഒരാളും കണ്ടിട്ടില്ല. തള്ളി മറിക്കുന്നതാണ്, ഒരു തെളിവില്ല. ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു എന്നതൊരു വിശ്വാസമാണ്. ഹദീസിന്റെ കാര്യത്തിൽ മുത്തവാത്തിർ എന്താണോ ആ രൂപത്തിൽ ഖുർആൻ മുത്തവാത്തിറാണ് എന്ന് പറയാൻ സാധിക്കില്ല. നേരെ തിരിച്ചാണ്. അത് ഞാൻ പറയാം. എന്താണ് മുത്തവാത്തിറായ ഹദീസ്? മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ പല കൈവഴിയിലൂടെ പലരാൽ ഒരേ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് കൃത്യത ഉണ്ടാവുകയും അത് ഒരു സംശയം ആർക്കും ഇല്ലാത്ത തരത്തിൽ സ്ഥിരപ്പെടുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംഭവമോ ഏതെങ്കിലും ഒരു കാര്യമോ ഒരു ഹദീസോ ആണ് മുത്തവാത്തിറായിട്ടുള്ള ഹദീസുകൾ എന്ന അർത്ഥത്തിൽ പറയപ്പെടുന്നത്. മുത്തവാത്തിറായിട്ടുള്ള ഹദീസുകൾ, ഏതെങ്കിലും ഒരു ഹദീസ് മുത്തവാത്തിർ ആണോ അല്ലേ എന്ന കാര്യത്തിൽ അതിൽ തർക്കം അപ്പോഴും നടക്കും. പണ്ഡിത ലോകത്ത് മുത്തവാത്തിറാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത എത്ര ഹദീസുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മുത്തവാത്തിറാണ് എന്ന് ഭൂരിപക്ഷ അഭിപ്രായമുള്ള എത്ര ഹദീസുകൾ ഉണ്ടാവും എന്ന് അന്വേഷിച്ചു പോയാൽ, അല്ലെങ്കിൽ മുത്തവാത്തിറായിട്ടുള്ള ഹദീസുകൾ മാത്രമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു പോയാൽ നിങ്ങൾക്ക് അതിന്റെ കുട്ടൻസ് മനസ്സിലാവും. സംശയമുള്ള വിശ്വാസികൾക്ക് പള്ളിക്കത്തെ ഉസ്താദിനോട്, ഉസ്താദെ മുത്തവാത്തിറായിട്ടുള്ള ഹദീസുകൾ മാത്രമായി പ്രത്യേകമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ മുത്തവാത്തിറാണ് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത എത്ര ഹദീസുകൾ ഉണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കിയോ. മുത്തവാത്തിറായ ഹദീസുകൾ ഒരു 100-150 എണ്ണക്ക് ചിലപ്പോൾ ഉണ്ടാവും, അത് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇതാണ് അവസ്ഥ. ഈ മുത്തവാത്തിറായിട്ടുള്ള ഹദീസുകൾ ഒഴികെയുള്ള ഹദീസുകൾ പുനഃപരിശോധിക്കണം എന്നാണ് ഇപ്പൊ സൗദിയിലെ പ്രിൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകെ ഒരു 100-150 ഹദീസിൽ ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ ഹദീസുകൾ കുറയുകയും ബാക്കിയുള്ള ഹദീസുകളൊക്കെ സംശയത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയോ അത് മാറ്റം വരുത്താനുള്ള തീരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്താൽ ഇസ്ലാമിന്റെ കോലം മാറും. ഇസ്ലാമിന്റെ കണ്ണും മൂക്കൊക്കെ നിങ്ങൾ വിചാരിച്ച രീതിയിലായിരിക്കും പിന്നെ ഉണ്ടാവുക. ഇസ്ലാമിന്റെ കൊമ്പൊക്കെ വേറെ തരത്തിലായി മാറും. അപ്പൊ അത് വരട്ടെ, അതെങ്ങനെ സംഭവിക്കും നമുക്ക് നോക്കാം. എന്നാൽ ആ രീതിയിൽ ഇന്ന ഖുർആൻ വചനങ്ങൾ ഇന്ന അവസരത്തിൽ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ അവതരിച്ചു എന്നും അത് ഇന്ന അധ്യായത്തിൽ ഇത്രാമതായിട്ട് രേഖപ്പെടുത്തി വെക്കണം എന്ന് മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് അപ്പോൾ രേഖപ്പെടുത്തി വെക്കപ്പെട്ട സംഭവങ്ങൾ കൃത്യമായി ക്രോഡീകരിക്കുകയും അത് ഇവർ ഹദീസിന്റെ നിദാനശാസ്ത്രം പറയുന്നത് പോലെ അത് പരിശോധിച്ച് തെര്യപ്പെടുത്തി സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ബോധ്യം. എന്റെ അറിവാണ് ഞാൻ പറയുന്നത്. എന്റെ വായനയിൽ നിന്നും പഠനത്തിൽ നിന്നും ഞാൻ മനസ്സിലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഖുർആൻ ആയത്തുകൾ കൃത്യമായ രീതിയിൽ ഇന്ന സമയത്ത് അവതരിച്ചു എന്നും ഇന്നതാണ് അതിലെ വസ്തുത എന്നും ആ ആയത്തിൽ അതിന്റെ പൂർണ്ണരൂപം ഇതാണ് എന്നും ഇദ്ദേഹം പറയുന്ന രീതിയിൽ മുത്തവാത്തിറായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടു എന്നതല്ല ഇസ്ലാമിൽ ഖുർആന്റെ വിശ്വാസത്തിന്റെ കാരണം. അത് നേരെ തിരിച്ച് ഈ കാര്യത്തിൽ ഇങ്ങനെയാണ് എന്ന് എല്ലാവരും ഏകോപിച്ച അഭിപ്രായം പറയുമ്പോൾ ഇത് അങ്ങനെ അങ്ങോട്ട് റിവേഴ്സ് ആയിട്ട് മുത്തവാത്തിറായി മാറുന്നതാണ്. അതല്ലെങ്കിൽ ഇത് എവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, ഏതാണ് ഗ്രന്ഥം, നിങ്ങൾ പറയും, നമുക്ക് റെഫർ ചെയ്യാം. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് മുൻകൂട്ടി ഒരു മുസാഫ് ഉണ്ടായിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഉസ്മാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആദ്യ കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് പകർത്തി എഴുതി എന്നത് കൊണ്ടോ അല്ല ഖുർആൻ സ്വീകാര്യമാകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ കേട്ടോളി. അല്ലെങ്കിൽ ഏതാനും പുരാതന ഗ്രന്ഥങ്ങൾ അത് പരിശോധിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഏതോ മ്യൂസിയങ്ങളിലുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തെ ഖുർആനല്ല. അത് ആ മ്യൂസിയങ്ങളിൽ ഉള്ളത് പരിശോധിച്ചിട്ടല്ല നമ്മളിതൊന്നും എടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുമല്ല ഖുർആൻ പകർത്തിയെഴുതുന്നത്. മറിച്ച് അന്ന് മുതൽ പകർത്തിയെഴുതപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ്. ഖുർആൻ എഴുത്തെല്ലാം വ്യാപകമായി തുടങ്ങിയിട്ട് ഏതാനും നൂറ്റാണ്ടുകൾ മാത്രമായിട്ടുള്ളൂ. വ്യാപകമായി തുടങ്ങിയിട്ട് അതുവരെ എന്തായിരുന്നു, ഈ രൂപത്തിൽ തന്നെയായിരുന്നു ഖുർആൻ കാണാതെ പഠിക്കലും അതേപോലെ തന്നെ ഖുർആൻ മനസ്സിലാക്കലും തുടർന്ന് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇപ്പൊ എന്താ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഹദീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ സംശയം ഉന്നയിക്കാവോ അത്തരം സംശയങ്ങൾ അതേ അളവിൽ ഖുർആന്റെ കാര്യത്തിലും ബാധകമാണ്. ഇദ്ദേഹം ഖുർആനിന്റെ ക്രോഡീകരണവും ഖുർആനിന്റെ ഏകീകരണവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന
അവകാശവാദങ്ങളെ തള്ളിയിട്ടാണ് ഹദീസിന്റെ വിശ്വാസ്യത സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഹദീസിന്റെ വിശ്വാസ്യതയിൽ സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്യുന്നത് ഖുർആന്റെ സ്വീകാര്യത അല്ലെങ്കിൽ ഖുർആൻ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡത്തിൽ സംശയം ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം ഒരു ശരാശരി വിശ്വാസിയെ സംബന്ധിച്ച് എന്തൊക്കെ സംഭവിച്ചാലും ഖുർആന്റെ വിശ്വാസ്യതയിൽ സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആനിന്റെ വിശ്വാസ്യത ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വരുത്തി തീർക്കുമ്പോഴും ഖുർആൻ അവിടെ നിലനിൽക്കുമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഹദീസിലുള്ള പ്രശ്നം തീരുമെന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ മുഹമ്മദ് നബിയുടെ കാലത്തിന് ശേഷം റിദ്ദ വാറിന് ശേഷം ഒരുപാട് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും ഖുർആൻ മനഃപ്പാടമാക്കി വെക്കുന്ന ആളുകൾ ഒരുപാട് പേര് മരണപ്പെടുകയൊക്കെ ചെയ്ത സമയത്തിൽ ഉമറിന്റെ ആവശ്യപ്രകാരം അബൂബക്കറിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടു എന്നാണ് കഥ. അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട ഒരു കൈയെഴുത്ത് പ്രതി ഹഫ്സയുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഉമറിന്റെ മകളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നും ആണ് കഥ. ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ ഉസ്മാന്റെ കാലമായപ്പോൾ വീണ്ടും ഈ ഹഫ്സയുടെ ഖുർആനിൽ നിന്നാണ് പിന്നീടുള്ള പകർത്തിയെഴുതലുകൾ നടത്തിയത് എന്നും അത്തരം ഖുർആനുകളിൽ പിന്നീട് വകഭേദങ്ങളും പാരായണ ഭേദങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉസ്മാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കൈയെഴുത്ത് പ്രതികളും കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അതിൽ നിന്ന് ഏറ്റവും കൃത്യം എന്ന് ഉസ്മാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ തീരുമാനിക്കുന്ന ഒരു റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന ഒരു ഖുർആൻ ക്രോഡീകരണം നടക്കുകയും ആ ഒറ്റ കോപ്പി കയ്യിൽ സൂക്ഷിക്കുകയും ബാക്കി എല്ലാ പകർപ്പുകളും കത്തിച്ചു കളയാൻ ഉത്തരവിടുകയും ചെയ്തു എന്നും ഉസ്മാന്റെ കാലത്ത് അങ്ങനെ കേട് തീർത്ത് ക്രോഡീകരിച്ച ഖുർആന്റെ പകർപ്പാണ് ലോകത്തെ എല്ലായിടത്തേക്കും കൊടുത്തയച്ചത് എന്നുമാണ് ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട വിശ്വാസം. അതിൽ ഇദ്ദേഹം പറഞ്ഞു നോക്കൂ, ഉസ്മാന്റെ കാലത്ത് ക്രോഡീകരിച്ചു എന്ന് പറയപ്പെടുന്ന ഖുർആൻ അത് പരിശോധിച്ചിട്ടല്ല നമ്മൾ ഈ കഴിഞ്ഞ 2-3 നൂറ്റാണ്ട് മുൻപ് അച്ചടി തുടങ്ങിയ ഖുർആനിന്റെ സ്വീകാര്യത ഉറപ്പിക്കുന്നത് എന്നാണ്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ സംരക്ഷിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ അള്ളാഹ് സംരക്ഷിച്ചിട്ടുണ്ട് എന്ന അന്ധവിശ്വാസത്തിലാണ് ഖുർആന്റെ നിലനിൽപ്പുള്ളത്. അതന്നെയാണ് സത്യം. അക്ബർ ഇപ്പം സത്യമാണ് പറഞ്ഞത്. അതല്ലാതെ ഹദീസുകളിലുള്ള അതേ കലർപ്പും പ്രശ്നവും ഖുർആനിലും ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഹദീസുകൾ ഒക്കെ മുആവിയയുടെ കൂലി എഴുത്തുകാരനായിട്ടുള്ള അബൂ ഹുറൈറ കാരണമാണ് ഉണ്ടായത് എന്നും മുആവിയ മുഹമ്മദിനോട് പക തീർക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ പറയുന്നത് മുഹമ്മദിനോടുള്ള പക തീർക്കാൻ മുഹമ്മദിനെ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും ഹദീസുകളുടെ രൂപത്തിൽ എഴുതി വെക്കപ്പെട്ടു എന്നും പിന്നീട് വന്ന രാജാക്കന്മാർക്ക് അവരുടെ ഇംഗിതങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് എഴുതി വെച്ച് ഒരുപാട് അശ്ലീലങ്ങളും വൃത്തികേടുകളും മുഹമ്മദ് നബി ചെയ്തതായിട്ട് എഴുതി വെച്ചു എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. എന്റെ സംശയം, അങ്ങനെയൊക്കെ ഹദീസിൽ തിരിമറി കാണിച്ച ആളുകൾ അവിടെ സർവ്വ അധികാരങ്ങളോടും കൂടി ജീവിച്ച കാലത്ത്, ഇന്നത്തെ കാലത്ത് ഈ പകർപ്പും കോപ്പിയും കാര്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും ശേഖരങ്ങളും ഒന്നും ഇല്ലാത്ത കാലത്ത് അത്തരം ആളുകൾ ഖുർആനിൽ തിരിമറി നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയും? അക്ബർ ചോദിക്കുന്ന ചോദ്യം വളരെ വാലിഡാണ്. സഹീഹ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുആവിയയോ അദ്ദേഹത്തെ തുടർന്ന് വന്ന രാജാക്കന്മാരോ തിരുമറികൾ നടത്തിയിട്ടുണ്ട്, വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും നടത്തിയിട്ടുണ്ട് എങ്കിൽ അതേ അധികാരത്തിന് കീഴിൽ, അവരുടെ സമ്പൂർണമായ അധികാരത്തിന് കീഴിൽ, അവരുടെ പരമാധികാരത്തിന് കീഴിൽ ഖുർആനിൽ ഇതേ തിരുമറി നടത്തിക്കൂടാ എന്ന് എന്തിന്റെ ഉറപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുക? അതൊരു ചോദ്യമാണ്. ആ ചോദ്യം വളരെ വാലിഡാണ്. വിശ്വാസികൾ നന്നായിട്ട് ഇരുന്ന് ആലോചിക്കേണ്ട ചോദ്യമാണ്. ഹദീസുകളിൽ ലഈഫ് ഉണ്ടെങ്കിൽ, ഹദീസുകൾ ഖുർആനിൽ ഹദീസുകൾ പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ഖുർആനിൽ കലർപ്പില്ല എന്നതിന്റെ തെളിവ് മുന്നോട്ട് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അക്ബർ സാഹിബ് പറഞ്ഞതിനോട് ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഹദീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാകാമെങ്കിൽ തീർച്ചയായിട്ടും ഖുർആനെ കുറിച്ചും ആ സംശയം സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം ഖുർആന്റെ ക്രോഡീകരണവും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ നോക്കൂ, ഹദീസിനെ സംരക്ഷിക്കാൻ വേണ്ടി ഖുർആനിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്ന കൊടും പാതകമാണ് മണ്ണാർക്കാട് എന്ന സ്ഥലത്ത് എന്റെ നാട്ടിൽ പോയിട്ട് അക്ബർ സാഹിബ് ഇപ്പൊ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് വിശ്വാസികൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അക്ബർ സാഹിബ് എന്ത് ചെയ്യാൻ കെൽപ്പുള്ള ആളാണ്, നെഞ്ചുറപ്പുള്ള ആളാണ്. പരിശുദ്ധ ഖുർആന്റെ സംരക്ഷണവും സംശയാസ്പദമാക്കുവാൻ കേവലം ഹദീയത്തുകളുടെ മാത്രം സംരക്ഷണം സംശയാസ്പദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ശ്രമിക്കുന്നവർ ഉപയോഗിച്ച അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാൽ കഴിയും. തീർച്ചയായിട്ടും കഴിയും. അക്ബർ സാഹിബ് പറഞ്ഞ കാര്യത്തോട് 100% ഞാൻ യോജിക്കുന്നു. ഹദീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങൾ ഉയർത്താമോ അതേ സംശയങ്ങൾ ഖുർആന്റെ കാര്യത്തിൽ സാധ്യമാണ്. കഴിഞ്ഞില്ലേ, കഥ കഴിഞ്ഞില്ലേ? അപ്പൊ ഇതിന്റെ സൈക്കോളജി എന്താന്ന് വെച്ചാൽ, വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ച് ഖുർആനിന്റെ ആധികാരികതയിലേക്ക് ചാരിയിട്ട് ഹദീസിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഖുർആനിനെ കുറിച്ച് സംരക്ഷണം ഉറപ്പാണ്. അപ്പൊ ഹദീസിലുള്ള അതേ മാനദണ്ഡം ഉപയോഗിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഖുർആനിനെയും സംശയിക്കാം എന്ന് പേടിപ്പിക്കുമ്പോൾ എന്നാ ഹദീസിനെ സംശയിക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു ശരാശരി വിശ്വാസിയുടെ മനോനില എത്തും എന്ന സൈക്കോളജിക്കൽ തന്ത്രമാണ് ഇവിടെ അക്ബർ പയറ്റുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എന്താ പറയാ, ഈ അട്ടത്തിരിക്കുന്ന തേങ്ങകളുണ്ടോ, കയ്യാലപ്പുറത്തെ തേങ്ങകൾ, അങ്ങോട്ടാണോ ഒന്ന് ഇങ്ങോട്ടോ ചാരണോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് ഹദീസിൽ മാത്രം സംശയം ഉണ്ടാവുകയും ഖുർആനിൽ സംശയം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ
ഖുർആനിനെ കൂടി സംശയിക്കാൻ പര്യാപ്തമാവുന്നതാണ് അക്ബറിന്റെ ഈ വിശദീകരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഞാൻ വെറുതെ വായുവിൽ വെടിവെക്കുന്നതല്ല, മറിച്ച് ഇവരുടെ എല്ലാം സ്രോതസ് ആരാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇവരുടെ എല്ലാം ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്രോതസ്സുകൾ ജർമ്മനി ആസ്ഥാനമാക്കി രൂപപ്പെട്ടു വന്ന ഹദീസ് പഠന രംഗത്തുള്ള ചില ഓറിയന്റലിസ്റ്റുകളാണ്. ആ സ്രോതസ്സുകളാണ് ആദ്യമായി ഹദീസുകൾക്കെതിരെ ഇന്ന് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ആരംഭിച്ചത്. അവരുടെ ആ മാനദണ്ഡം ഉപയോഗിച്ച്, അവർ ഹദീസുകൾ സ്വീകാര്യമല്ല എന്നതിന് ഉപയോഗിച്ച് അതേ മാനദണ്ഡം ഉപയോഗിച്ച് അവരുടെ പിൻഗാമികൾ, ഈ ആളുകളുടെ പിൻഗാമികൾ ഖുർആനും സ്വീകാര്യമല്ല എന്ന് വാദിച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിന്റെ അർത്ഥം ഇപ്പൊ ഖുർആന് സംശയമുള്ളവർ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പൊ ഹദീസിന്റെ കാര്യത്തിൽ സംശയമുള്ളവർ കുറച്ച് കഴിയുമ്പോൾ ഖുർആന്റെ കാര്യത്തിൽ സംശയമുള്ളവരായി തീരും എന്ന് പേടിപ്പിക്കുകയാണ്. സ്വാഭാവികല്ലേ, അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ സാഹിബേ, അങ്ങനെ തന്നെയാണ് ഇതിന്റെ പാറ്റേൺ. നിങ്ങൾക്ക് ഇത് അറിയാത്തല്ലോ. ഒരു ശരാശരി സുന്നി കുടുംബത്തിൽ ജനിച്ച് സാധാരണ മദ്രസയിൽ പഠിച്ച് വീട്ടിലെ മൗലൂദും ഹദ്ദാദും റാത്തീബുമായിട്ട് ഇശാമാരിബുകൾ വളരെ ഭക്തിസാന്ദ്രമാക്കിയിരുന്ന വീടകങ്ങളിൽ വളർന്ന ആളുകൾ. എന്നെ സംബന്ധിച്ച് ഞാൻ മഗ്‌രിബ് നമസ്കാരം കഴിയുമ്പോൾ യാസീൻ, സജ്ജദ, മുൽക്ക്, റഹ്മാൻ, വാക്യ തുടങ്ങിയിട്ടുള്ള ഈ 5 സൂറത്തുകൾ നിർബന്ധമായും പാരായണം ചെയ്യുകയും മൗലിദുകൾ ഓതുകയും ചില ദിവസം ഹദ്ദാദോ അല്ലെങ്കിൽ വേറെ ദിവസങ്ങളിൽ റാത്തീബോ ഒക്കെ ആയിട്ട് പ്രാർത്ഥന പിന്നെ ആ ഒരു ഫീലിൽ ഇരിക്കുന്ന ഒരു വീടായിരുന്നു എൻ്റെ വീട്. അതിലൊക്കെ പങ്കെടുക്കുകയും മങ്കൂസ് മൗലൂദും ഷറഫലന മൗലൂദിന്റെ ഒക്കെ ഹദീസുകൾ തന്നെ നമുക്ക് കുറെയൊക്കെ കാണാതെ ആയിരുന്നു. ബൈത്തുകളൊക്കെ നമ്മൾ എമ്പാടും ചെല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വീടകങ്ങളിൽ വന്ന് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിച്ചു വന്ന മുഹീദ്ദീൻമാലയും നഫീസത്തുമാലയും മമ്പറത്തെ തങ്ങളും ഷെയ്ഖന്മാരും നമ്മുടെ നാട്ടിലാണെങ്കിൽ അമ്പംകുന്ന് തങ്ങൾ പാപ്പയും അതേപോലെ തന്നെ തെയ്യോട്ടുചിറ കമ്മു സൂഫി നവർ അള്ളാഹു മർക്കതയും അവിടുത്തെ നേർച്ചയും അവിടുത്തെ എല്ലാ പരിപാടികളിലും ഭക്തിസാന്ദ്രമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, ഇതെല്ലാ ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭക്തി അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മൾ കുറച്ചുകൂടിയും നന്നാക്കണം, നമ്മൾ കുറച്ചുകൂടിയും നല്ല രീതിയിൽ വിശ്വാസം ക്ലിയർ ആക്കണം എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ മങ്കൂസ് മൗലൂദിനെ കുറിച്ചും ഷറഫല്ല മൗലൂദിനെ കുറിച്ചും മുഹീദ്ദീൻ മാലിനെ കുറിച്ചും നഫീസത്ത് മാലയെ കുറിച്ചും ഒക്കെ ഇതേ അവിശ്വാസം ഉന്നയിച്ച് ഞങ്ങളെ മുന്നിൽ വന്നത്. ഇത് ഷിർക്കിന്റെ അംശമുണ്ടെന്നും ഇത് പിന്നീട് ആളുകൾ ഉണ്ടാക്കി ചേർത്തതാണെന്നും കൈകടത്തലാണെന്നും ബിദ്അത്താണെന്നും ഇത് പുത്തൻവാദമാണെന്നും പിഴച്ചവാദമാണ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ പരമ്പരാഗത സുന്നി വിശ്വാസത്തിൽ സംശയം ജനിപ്പിച്ചു ആര്? മുജാഹിദുകളും ഇതര വിഭാഗങ്ങളും. അപ്പൊ നമ്മളിങ്ങനെ ശരിക്കും ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയപ്പോ ശരിയാണല്ലോ, നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, പിന്നെന്തിനാ അതിന്റെ ഇടയിൽ ബദരീങ്ങളെ വിളിക്കണേ, എന്തിനാണ് നമ്മൾ മമ്പർത്തങ്ങളെ എന്ന് വിളിക്കണേ, എന്തിനാണ് മുഹീദ്ദീമാല മങ്കൂസ് മൗലൂദിൽ പിന്നെ ചൊല്ലുന്ന ബൈത്തിന്റെ അർത്ഥമൊക്കെ വല്ലവരും നോക്കുവോ? അപ്പൊ ഇതൊക്കെ നോക്കി ശരിയാണല്ലോ, ഇവർ പറയുന്നത് ശരിയാണല്ലോ തോന്നി നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഹദീസ് ഗ്രന്ഥങ്ങൾ മീൻസ് നമ്മളുടെ ഈ മൗലീദുകളൊക്കെ തള്ളി നമ്മൾ പ്യുവർ തൗഹീദിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ അമ്പംകുന്ന് തങ്ങൾ പാപ്പ, ജാറം, നേർച്ച തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ തള്ളി. നിങ്ങൾ യുക്തി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ അളക്കാനും തള്ളാനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുമ്പോൾ അത് ഏതുവരെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടിക്കൊള്ളുന്നില്ല. എന്നെ സംബന്ധിച്ചൊക്കെ നമ്മൾ മൗലൂദൊക്കെ തള്ളി, മുഹീദ്ദീമാല തള്ളി, കുറെ കാര്യങ്ങൾ തള്ളി. പിന്നെ മുന്നോട്ട് പോകെ ഇതേ ഹദീസ് നിഷേധത്തിന്റെ അംശങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. കാരണം എന്താ? നിങ്ങൾ മങ്കൂസ് മൗലൂദിലും അതേപോലെ തന്നെ ഷറഫലന മൗലൂദിലും അപ്ലൈ ചെയ്യാൻ പറഞ്ഞ യുക്തി, ബുദ്ധി, അഫലാ തഅഖിലൂൻ ഞങ്ങൾ ഇവിടെ ആലോചിക്കുമ്പോൾ ഹദീസിൽ ഇപ്പോൾ നേരത്തെ ആ സഹോദരൻ ചോദിച്ച പോലത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം പൂർണ്ണമായ ഹദീസുകൾ തള്ളുകയല്ല, ചില ഹദീസുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് തോന്നും, സ്വാഭാവികമാണ്. വീണ്ടും കൂടുതൽ പഠിക്കും. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഹദീസിനെ തള്ളാമെങ്കിൽ ഖുർആനും തള്ളാം. അതന്നെ സംഭവിച്ചത്. അപ്പൊ ഓറിയന്റലിസ്റ്റുകൾ ഹദീസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തപ്പോൾ അവരുടെ പിൻഗാമികൾ ഖുർആനിനെയും തള്ളി എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതിന്റെ പരിണിത ഫലം അതന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. ഇപ്പൊ ഹദീസിൽ സംശയമുള്ളവർക്ക് നാളെ ഖുർആനെ സംശയിക്കാൻ സ്വാഭാവികമായിട്ടും കഴിയും. അതായത് ഇത് എങ്ങനെ പോയാലും മെനയാണെന്ന് അർത്ഥം. ഇതൊരു സീസയാണ്, രക്ഷപ്പെടാൻ പറ്റൂല. കാരണം എന്താ? ഇതൊരു കളവാണ്, ഇതൊരു കള്ളക്കഥയാണ്, ഒരു കെട്ടുകഥയാണ്. ഇതിനെ നിങ്ങൾക്ക് ഒരു മെനയാക്കി എടുക്കാൻ പറ്റൂല. എത്ര കാലമായി സാഹിബ് നിങ്ങൾ തെരുവിൽ ശ്രമിക്കുന്നു ഇസ്ലാമിനെ ഒന്ന് മെനയാക്കി എടുക്കാൻ? പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വഴിയിൽ സഞ്ചരിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തെത്തിയ ആളുകളായിരിക്കും എല്ലാവരും. ആദ്യം പരമ്പരാഗത സുന്നി, പിന്നീട് ഷിർക്കിന്റെ അംശങ്ങൾ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി അനുഭാവം, പിന്നെ കുറച്ചുകൂടി ഒരു ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുജാഹിദിന്റെയോ തീവ്ര നിലപാടുകളിലേക്കുള്ള ഒരു പോക്ക്, പിന്നെ അതിന്റെ പോക്ക് ശരിയല്ലല്ലോ എന്നാകെ തോന്നിയിട്ടുള്ള തിരിഞ്ഞുവരവ്. ഇതാണ് ഒരു നോർമൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ നിന്നുള്ള പുറത്തേക്ക് പോകുന്ന വഴി ഇതാണ്. അപ്പോൾ ഓറിയന്റലിസ്റ്റുകൾ പണ്ട് ഹദീസിനെ സംശയ ദൃഷ്ടിയിൽ നിർത്തിയിട്ട് അവരുടെ പിൻഗാമികൾ ഖുർആൻ തള്ളി എന്ന് പറഞ്ഞാൽ അത് ഇനിയും സംഭവിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹീമ മാൻഡോല് ഹദീസിനെ സംശയിക്കൽ ഇപ്പൊ നിർത്തിക്കൊള്ളണം എന്ന ഭീഷണിയാണ് ആക്ച്വലി ഇത്. പക്ഷെ അത് വർക്കാവൂല എന്നാണ്. അക്ബർ സാഹിബ് നിങ്ങൾ എന്താണ് തെരുവിൽ ഇറങ്ങി കാട്ടിക്കൂട്ടുന്നത് എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല. നിങ്ങൾ മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ പോയി നടത്തിയുള്ള ഈ വിശദീകരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 മനുഷ്യന്റെയെങ്കിലും ഖുർആനിന്റെ കാര്യത്തിലുള്ള
ഖുർആന്റെ ആധികാരികതയിലുള്ള വിശ്വാസത്തിൽ ഇളക്കം തട്ടിച്ചിട്ടാണ് നിങ്ങൾ അവിടുന്ന് പോരുന്നത്. ആകെ 100 ആളുള്ളൂ, അതിൽ പലരെയും എനിക്ക് മുഖപരിചയമുള്ള എൻ്റെ നാട്ടുകാരെ അയൽവക്കക്കാരുമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ, നിങ്ങൾ എൻ്റെ കൂട്ടുകാർ, അയൽവക്കക്കാർ, നിങ്ങൾ സ്വതന്ത്രമായിട്ട് വിശകലനം ചെയ്യേ. ഇദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ആക്ച്വലി ഖുർആന്റെ വിശ്വാസ്യത കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ചോദ്യം ചോദിച്ച ആൾക്ക് എന്ത് സംഭവിക്കും എന്ന് അല്ലാഹു അലം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരാളൊരു സംശയം ചോദിച്ചു വരുമ്പോൾ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആാനിനെയും ഇസ്ലാമിനെയും കരുവാക്കുകയാണ് അവിടെ. ബാക്കി കാണാം. ഈയുള്ള പ്രശ്നം ഏതോ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശമാക്കുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ്, നിങ്ങൾ ഈ പറയുന്ന ഹദീസ്, അത് സ്വഹീഹാണ് എന്ന രൂപത്തിൽ ബുഖാരി ഇമാമിന്റെ കാലം മുതൽ ഇന്ന് വരെയെങ്കിലും എല്ലാവരും വിശ്വസിച്ച് പോന്നിട്ടില്ലേ? എല്ലാവരും വിശ്വസിച്ച് പോന്നിട്ടുണ്ടല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ബുഖാരി ഇമാമിന്റെ കാലം മുതൽ ഇന്ന് വരെ വിശ്വസിച്ച് പോന്നിട്ടുണ്ട് അഹ്ലുൽ സുന്നയിൽപ്പെട്ട എല്ലാവരും. അവരെല്ലാവരും റസൂലിനെ മോശമാക്കി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അല്ല. അവർ ഈ ഹദീസുകളെ മനസ്സിലാക്കിയ രീതിയിലല്ല ഇവർ മനസ്സിലാക്കുന്നത് എന്നാണ്. ഇത് വളരെ പ്രശ്നമാണ്. സാഹിബിന് ഇതിന്റെ ഇന്റൻസിറ്റി മനസ്സിലായിട്ടില്ല. ഇതേ ചോദ്യം എന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇത് എത്രയോ കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാർ എഴുതുകയും പകർത്തി എഴുതുകയും വിശദീകരണം എഴുതുകയും പിന്നെ അതിന് ഷറഹ് എഴുതുകയും, മീൻസ് ഹദീസുകളും പിന്നെ അതിന്റെ ഷറഹുകളും ഒക്കെ എഴുതുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും, ചർച്ച ചെയ്യുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴും, കൈമാറ്റം ചെയ്യുമ്പോഴും ഇവർക്കൊക്കെ അറിയാലോ ഈ ഹദീസ് ഇങ്ങനെ ഉണ്ട് എന്ന്. അങ്ങനെ ഒരു പ്രശ്നമുള്ള ഹദീസ് ആണെങ്കിൽ അവരത് പകർത്തി എഴുതുമോ, പിൻതലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുമോ, പകർന്നു കൊടുക്കുമോ എന്ന സംശയം സ്വാഭാവികമാണ്. പക്ഷെ ആ സംശയം അക്ബർ സാഹിബ് പറഞ്ഞ പോലെ അത്ര നൈസായിട്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല, ഹദീസ് മനസ്സിലാക്കിയതിന്റെ പ്രശ്നമല്ല എന്നല്ല എല്ലാവർക്കും മനസ്സിലാവുക. സാഹിബിന് ഇത് എവിടെ കൊണ്ട് എത്തിക്കണം എന്നുള്ള ഒരു പിടിയില്ലാതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഹദീസുകൾ പലതും അന്ന് അവർക്കത് വായിച്ചപ്പോൾ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ പുറത്തെടുക്കാൻ പറ്റാത്ത പല ഹദീസുകളും ഒരു കാലഘട്ടത്തിൽ വീരപുരുഷന്റെ പരിവേഷമുള്ള വീരനായകന്റെ വീരകഥ പോലെ പാടി നടക്കാവുന്ന ഹദീസുകളായിരുന്നു. 12 ഭാര്യമാർ 9 ഭാര്യമാർ ഒരേ സമയം ഉണ്ടായിരുന്നു എന്നും അവരെല്ലാവരും സന്തുഷ്ടമായ ജീവിതം നയിച്ചിരുന്നു എന്നും 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യനെ ഗോത്ര നേതാവിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു വീരപുരുഷന്റെ പരിവേഷം കിട്ടും. പക്ഷെ 21-ാം നൂറ്റാണ്ടിൽ 2024-25 ജീവിക്കുന്ന മനുഷ്യനോട് 9 ഭാര്യമാരുടെത്തേക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒറ്റ ദിവസം 9 ഭാര്യമാരെ സമീപിക്കുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയും അതിനുശേഷം ഒറ്റക്കുളി കുളിക്കുകയും ചെയ്തിരുന്നു എന്ന കഥ പറയുമ്പോൾ അത് അന്ന് 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും കേട്ട വീരപുരുഷന്റെ പരിവേഷത്തിലല്ല നമ്മളെ കുട്ടികൾ കേൾക്കുക. അതാണ് പ്രശ്നം. അല്ലാതെ വായിച്ചിട്ട് മനസ്സിലാക്കിയതിന്റെ അർത്ഥം മാറിപ്പോയതല്ല. ആ സംഭവത്തെക്കുറിച്ച്, ആ വിഷയത്തെക്കുറിച്ച്, ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് ആളുകളുടെ കാഴ്ചപ്പാട്, ധാർമ്മിക മൂല്യത്തിലുള്ള വ്യത്യാസം, തിരിച്ചറിവ്, ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ അന്നത് പ്രശ്നമായിരുന്നില്ല. ഇപ്പൊ അന്ന് മക്കക്കാരെ മുഴുവൻ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ബദറിന്റെ ചരിത്രം പറയുമ്പോൾ, വീരപ്പുലി അലിയുടെ കഥ പറയുമ്പോൾ, ദുൽഫുക്കാറും ദുൽദുലും ഒക്കെ പറഞ്ഞിട്ട് കഥാപ്രസംഗങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെയുള്ള പള്ളി അങ്കണങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധത്തിന്റെ, ഖന്തക്കിന്റെയും ഹൈബറിന്റെയും ഒക്കെ രണാങ്കണങ്ങളുടെ കഥ വളരെ വീരപരിവേഷത്തിൽ പറയുമ്പോൾ, ശത്രുവിന്റെ തലയ്ക്ക് ആഞ്ഞു വെട്ടുന്നതും ശത്രുവിന്റെ തല ഫുട്ബോൾ പോലെ പറന്നു പോകുന്നതും പറയുമ്പോൾ, ആ കാലഘട്ടത്തിൽ ആ വീരപരിവേഷത്തിൽ അന്ന് കേട്ടിരുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥയിലല്ല 800 മനുഷ്യരെ, 600-ലധികം മനുഷ്യരെ, 600-800 ഞാൻ പിടിച്ചു വരണ്ട, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഗോത്ര നേതാവ് കീഴടങ്ങിയ ഒരു ഗോത്രത്തിലെ പുരുഷന്മാരുടെ പ്രായപൂർത്തിയുടെ ആ ലക്ഷണം നോക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ തച്ചിന് നിന്ന് തലയരിഞ്ഞ് കൊക്കയിലേക്ക് ഇടുന്ന സംഭവം വിവരിക്കുമ്പോൾ 7-ാം നൂറ്റാണ്ടിലെ ഗോത്രചിന്തയിൽ നിന്ന് കാണുന്ന പോലെയല്ല ഇന്നത്തെ മനുഷ്യൻ ആ സംഭവത്തെ കാണുന്നത്. പ്രശ്നം എന്താണ്? ഇവിടെ നിങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ മാതൃക എന്ന രീതിയിൽ ഈ ഒരു എന്താ പറയാ കൃത്യമായിട്ടുള്ള മാതൃകയായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാ കാലത്തേക്കും ഈ മാതൃക പര്യാപ്തമാണോ എന്ന പരിശോധന വരും. ഈ സംഭവങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പല ഹദീസുകളും അന്ന് നിങ്ങൾക്ക് സഹീഹായതും ഇന്ന് നിങ്ങൾക്ക് ലഈഫാകുന്നതും. അന്ന് ബിലാൽ വിഗ്രഹങ്ങളുടെ മുകളിൽ മലമൂത്ര വിസർജനം ചെയ്തു പറഞ്ഞാൽ അതൊരു വീരപുരുഷനാണ്. അതുകൊണ്ടാണ് കഅബന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുപ്പിക്കാൻ പറഞ്ഞത്. അതിന്റെ അംഗീകാരമായിരുന്നു. വേറെന്ത് പ്രത്യേകത ബിലാലിനുള്ളത്? ഈ വിഗ്രഹങ്ങളുടെ മുകളിൽ മലമൂത്ര വിസർജനം നടത്തിയതിന്റെ പേരിൽ പീഡനം അനുഭവിച്ചു എന്നതല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇസ്ലാമിക ലോകത്ത്, ഇസ്ലാമിക സമൂഹത്തിൽ മുഹമ്മദിന്റെ അനുചരന്മാരായ കറുത്ത വർഗ്ഗക്കാരായ അടിമകളായ മനുഷ്യരിൽ നിന്ന് ബിലാലിനെ വ്യത്യസ്തനാക്കിയത്? വേറെ എന്താ പറയും? എന്തിന്റെ അംഗീകാരമായിരുന്നത്? അപ്പം ആ കാലഘട്ടത്തിലെ സംഭവം വിവരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ആളുകൾ അതിനെ കൺസീവ് ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടാവും, അതെടുക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. അതാണ് പ്രശ്നം. സാഹിബ് നിങ്ങൾക്ക് ഇനി നേരം വെളുത്തിട്ടില്ല. നിങ്ങൾ മൊത്തം മണ്ണാർക്കാട്ടുകാരുടെ വിശ്വാസം കളയാൻ പോയതാ കുത്തിപ്പോയക്കൊക്കെ. ഞാൻ തന്നെ നാട്ടുകാരോട് ഈ കാര്യം അറിയില്ല. നമ്മളായിട്ട് പറഞ്ഞിട്ട് ഇനി വീട്ടുകാരെയും കൂട്ടുകാരെയും അയലൊക്കെ ഈമാൻ പോണ്ട. ഞാൻ ഇവരോടൊന്നും പേഴ്സണലായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല. നാട്ടിൽ പോകുമ്പോൾ ആൾക്കാരെ കാണും, സംസാരിക്കും, കുശലം പറയും, തിരിച്ചു വരും.
വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അത് അവരുടെ പഠിച്ചവനും എന്ന രീതിയിൽ മുന്നോട്ട് പോകും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയും. എൻ്റെ ചാനലിൽ വന്നിരുന്ന് കാണുന്നവർ ഇത് കാണും, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണം? തെരുവിൽ വിചാരണ എന്ന് പറഞ്ഞിട്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും ആധികാരികത ചോദ്യം ചെയ്യുകയും ഹദീസിലുള്ള വൃത്തികേടുകൾ അതൊക്കെ അന്നും ആൾക്കാർ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലൊന്നൊരു കുഴപ്പമില്ല നിങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഈമാൻ ഫസാദാക്കുക. നിങ്ങൾ എന്തൊക്കെ പറയണേ? നിങ്ങൾ എന്താ പറയണത്? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? എന്താ ചെയ്യുക? അങ്ങനെ ഉള്ള ഹദീത്തുകളെ അത് കൃത്യമായി പരിശോധനാ വിധേയമാക്കിയാൽ യഥാർത്ഥത്തിൽ പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീത്തുകൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമാണ് ഉദ്ഘോഷിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. അതെ, ഇങ്ങനെ പ്രവാചകനെ കുറിച്ച് മോശം പറഞ്ഞു എന്ന് കരുതപ്പെടുന്ന ഹദീസുകൾ നമ്മൾ ശരിയായി പരിശോധിച്ചാൽ മുഹമ്മദ് നബിയുടെ മഹത്വം മനസ്സിലാവും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഇനി തോട്ടത്തിലോട്ട് കയറുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളി, പിടിച്ചിരുന്നോളി. ഇദ്ദേഹം ഉദാഹരണം പറയുന്ന തോട്ടാണ്. നമ്മളല്ല ഈ തോട്ടം നിർത്തുകൊണ്ട് വരുന്നത്. മുഹമ്മദ് നബി അന്നൊരു തോട്ടത്തിൽ പോയി, അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് എത്ര മനുഷ്യന്മാർ എത്ര തോട്ടത്തിൽ പോകുന്നു, എത്ര കലിങ്കിൽ പോകുന്നു. ഇത് നമ്മൾ ചർച്ചയാക്കേണ്ട വിഷയമല്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് ചർച്ചയാവുന്നു? ഇതിലൊക്കെ മാതൃക ഉണ്ടെന്നും ആ തോട്ടത്തിൽ പോക്കിൽ തന്നെ വലിയ മഹനീയമായ മാതൃക ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ആ തോട്ടത്തിൽ ആക്ച്വലി സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു കൗതുകം, ഒരു ജിജ്ഞാസ ഒരു സാധാരണ വിശ്വാസിക്ക് ഉണ്ടാവില്ലേ? മുത്തനബി തോട്ടത്തിൽ പോയി മാതൃക കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മാതൃക നമുക്കൊന്നും അറിയണമല്ലോ എന്നൊരു വിശ്വാസിക്ക് തോന്നിയാൽ ഓലെ കുറ്റം പറയാൻ പറ്റുമോ? എന്താ കഥ? അപ്പൊ ഇനി തോട്ടത്തിലെ കഥ അക്ബർ സാഹിബിന്റെ ഭാവനയിൽ അദ്ദേഹം ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പിന്നെ ഒരു രംഗം നമ്മൾ കണ്ടുപോകും, പിന്നെ ആക്ച്വലി സംഭവിച്ചത് എന്താണെന്നുള്ളത് പിന്നെ ഫ്ലാഷ് ബാക്ക് കാണിക്കും എന്ന പോലെ ഹദീസ് വായിച്ചതും അതേപോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിന് ഒരു ഫൈസൽ മൗലവി വിശദീകരിച്ചതും UA കുട്ടികൾ ഉരുണ്ട് മറിഞ്ഞതൊക്കെ മാറ്റി വെച്ചാളി, ഹദീസുകളൊക്കെ മാറ്റിയാളി. അക്ബർ സാഹിബ് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത നമ്മുടെ സണ്ണിയുടെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടപ്പോൾ. ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ അക്ബർ സാഹിബ് തോട്ടത്തിലെ കഥ വിശദീകരിച്ച് ഒരു യാത്ര പോകാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോളൂ, പിടിച്ചിരുന്നോളൂ. ഉദാഹരണത്തിന് ഇപ്പറഞ്ഞ ഹദീസ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു. അവരാ സമയത്ത് താങ്കളിൽ നിന്ന് അള്ളാഹുവിൽ ഞാൻ ശരണം തേടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് നബി അവരെ വിട്ടതെന്നും അങ്ങനെ അവരെ സഹാബിമാർ അവിടെ പറഞ്ഞ് അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി എന്നുമെല്ലാം പറയുന്ന ഹദീസ്. ഇത് സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഇത്രയും പറഞ്ഞ ഭാഗം ഓക്കെയാണ്. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. സഹീഹ് മുസ്ലിമിൽ മാത്രമല്ല സഹീഹ് ബുഖാരിയിലുണ്ട് ഹദീസുണ്ട്. വിമർശകർ സാധാരണഗതിയിൽ പിന്നെ ഉദ്ധരിക്കാറുള്ളത് സഹീഹ് ബുഖാരിയിലെ 52-55 ഹദീസാണ്. ഈ ഹദീസുകളുടെ നിജസ്ഥിതി നമ്മൾ പിന്നീട് അവസാനത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ സ്ലൈഡുകളിൽ ഞാൻ ഹദീസുകൾ ഇട്ട് തരാം. ആവശ്യമുള്ള ആളുകൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിശദമായ പരിശോധനയ്ക്ക് ആ ഹദീസുകൾ പിന്നെ വിധേയമാക്കാം. ഒരു ഹദീസ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഹദീസുകളും മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള വന്ന ഹദീസും ഈ ഹദീസിലെ സംഭവം വിവരിക്കുന്ന ഇബ്നു സഅദിന്റെ കിതാബുൽ തബഖാത്തുൽ കബീറിലെ ഭാഗവും ഒക്കെ ഞാൻ ഇതിനകത്ത് തരാം. ഓക്കെ, അക്ബർ സാഹിബ് ഈ കഥ ഒന്ന് പറയട്ടെ, എന്നിട്ട് അതിൽ അദ്ദേഹം പറയുന്ന പ്രശ്നങ്ങളും ഹദീസിലുള്ള സംഭവങ്ങളും എന്താണ് നമുക്ക് നോക്കാം. അക്ബർ സാഹിബ് ഇപ്പൊ പറയാൻ പോകുന്ന കഥയുടെ തെളിവ് മണ്ണാർക്കാട്ടുകാർ ISM മുഖാന്തരം അക്ബർ സാഹിബിനോട് ചോദിക്കുകയും അത് കിട്ടുകയാണെങ്കിൽ മണ്ണാർക്കാടിലുള്ള ഏതെങ്കിലും ആളുകൾ അക്ബർ സാഹിബ് പറഞ്ഞ നരേഷന്റെ തെളിവ് അത് കിട്ടുകയാണെങ്കിൽ മണ്ണാർക്കാട്ടുകാരൻ എന്ന നിലക്ക് നിങ്ങൾ എന്നെ ബന്ധപ്പെടുകയോ എനിക്ക് ഏതെങ്കിലും തരത്തിൽ കൈമാറുകയോ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അക്ബർ സാഹിബ് അവിടെ വന്ന് നിങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് നുണ പറഞ്ഞ് ഇല്ലാക്കഥ പറഞ്ഞ് നിങ്ങളെയൊക്കെ സെന്റിമെന്റ്സിൽ ഒന്ന് ഉടക്കി നിർത്തിയിട്ട് അദ്ദേഹം അവിടുന്ന് തടിയൂരി പോവുകയായിരുന്നു എന്നുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മണ്ണാർക്കാട്ടുകാർ, വിശിഷ്യം കുന്തിപ്പുഴക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആര്യമ്പാവുകാരും ഇത് കേൾക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, ഈ ഹദീസ് ഈ വചനങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് മാത്രമാണ് നമ്പർ മാത്രമാണ് നമുക്ക് മുന്നിൽ വരുന്നത്. നമ്മളിപ്പോൾ ബ്രൗസ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് സംഗതി എന്താണെന്ന് മനസ്സിലാകാതാവുമ്പോൾ നമുക്ക് തന്നെ തോന്നും ചിലപ്പോൾ എവിടെയാണ് പ്രശ്നം പ്രവാചകൻ്റേതാണോ ബുഖാരിയുടേതാണോ മുസ്ലിമിൻ്റേതാണോ? ഒന്നുമല്ല, നമ്മൾ മനസ്സിലാക്കിയോടത്തുള്ള പ്രശ്നമാണ്. ആ ഹദീസിന് മുസ്ലിം കൊടുത്ത തലക്കെട്ട് മുതൽക്ക് ബാബ് മുതൽക്ക് ഈ ഹദീസിന്റെ മുമ്പും ശേഷവുമുള്ള ഇതേ വിഷയം പറയുന്ന ഹദീസുകൾ തന്നെ പരിശോധിച്ചാൽ കാര്യം മനസ്സിലാവും. അതെ, അത് നമ്മൾ പരിശോധിക്കും. അതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഇത് 2 സ്ലൈഡുകളിലായിട്ട് ഈ 2 ഹദീസുകളും ഈ 3 ഹദീസല്ല 3 പ്ലസ് മുസ്ലിമിലെ ഹദീസും മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ളതെല്ലാം 2 കൂടി ഒരു സ്ലൈഡിലായിട്ടും തരാം. മുന്നേയും പിന്നെയും ഇതും ഒരു സ്ലൈഡ്. സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും മുത്തഫഖുൻ അലൈഹി ആയിട്ട് വന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒരേ ഹദീസ് ഏകദേശം ഒരേ രീതിയിൽ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ മുത്തഫഖുൻ അലൈഹിയാണ്, അത് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഹദീസാണ്. അതിനെതിരായിട്ടുള്ള ഹദീസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വേറെ ചർച്ച ചെയ്യണം. മുത്തഫഖുൻ അലൈഹിക്കാണ് കൂടുതൽ സ്വീകാര്യതയുള്ളത്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അത് ഞാൻ ഇതിന്റെ അവസാനം തരാം. ആദ്യം നമുക്ക് സാഹിബിന്റെ കഥ കേൾക്കാം. അത് വേറൊന്നുമല്ല, ജൗനിയ എന്ന ഗോത്രം മൊത്തത്തിൽ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആ ഗോത്രത്തിന്റെ തലവൻ പ്രവാചകനോട് പറഞ്ഞു, എന്റെ മകൾ വിധവയാണ്, അവളെ താങ്കൾ വിവാഹം ചെയ്യണം. ഇത് തെറ്റാണ്. ഇബ്നു സഅദിന്റെ പുസ്തകമാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ധരണിയെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെയല്ല ഇബ്നു സഅദിന്റെ പുസ്തകത്തിലുള്ളത്. ഇദ്ദേഹം പറയുന്നത് ഒരു ഗോത്രം മൊത്തത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ആ ഗോത്ര തലവൻ തന്റെ മകൾ വിധവയാണ്, അവളെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് അഭ്യർത്ഥിച്ചു എന്നാണ്
പറയുന്നത് തെറ്റാണ്, ഇത് കളവാണ്. ഇദ്ദേഹം അതിന് തെളിവ് തരണം. മണ്ണാർക്കാട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിന് തെളിവ് ചോദിക്കണം. ഒരു ഗോത്രം ഒന്നാകെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ ഗോത്രത്തിന്റെ തലവൻ മുഹമ്മദ് നബിയോട് വിവാഹത്തെക്കുറിച്ച് അഭ്യർത്ഥിച്ചു എന്നാണ്. അഭ്യർത്ഥന കേട്ടോ, ആവശ്യപ്പെട്ടു എന്നാണ്. എന്നാൽ ആ സംഭവം നമുക്ക് പിന്നീട് തരാം. ഇദ്ദേഹം ഈ കഥ പറഞ്ഞു പോട്ടെ. ഈ ഭാഗം തെളിവ് അദ്ദേഹം ഹാജരാക്കേണ്ടതാണ്. ഒരു ഗോത്രം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അറബികളുടെ കസ്റ്റമാണ്, അവരുടെ ഒരു പ്രൗഡാണ്. എന്ത് രാഷ്ട്രനായകൻ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ മാത്രമല്ല, രാഷ്ട്രനായകൻ ഗോത്രത്തിന്റെ നായകന്റെ മകളെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു അഭിമാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായുള്ള, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, അവരുമായുള്ള സംസാരത്തിന് ശേഷം അത് സമ്മതിച്ചു, മഹർ കൊടുത്തു, അവരെ വിവാഹം ചെയ്തു. ഇതും തെറ്റാണ്. അങ്ങനെ ഒരു കസ്റ്റം ആയിട്ടല്ല ഇസ്ലാമിലെ മുഹമ്മദിന്റെ വിവാഹങ്ങൾ നടക്കുന്നത്. അദ്ദേഹം ചില ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വിവാഹങ്ങൾ, പ്രത്യേകിച്ചും അബൂ സുഫിയാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരുന്ന ആളുകളുമായിട്ട് വിവാഹ ബന്ധത്തിലൂടെ ഒരു രമ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും അത്തരം വിവാഹങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എല്ലാ ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിനൊക്കെ അനുസരിച്ചിട്ട് അപ്പോൾ ഔസുന്നും ഖസ്റജിൽ നിന്നൊക്കെ അദ്ദേഹം കല്യാണം കഴിച്ചോ, അത് ആരെയായിരുന്നു എന്നൊക്കെ ഇവർ പറയണം. കാരണം മദീനയിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ അവിടെ ഔസും ഖസ്റജും 2 ഗോത്രങ്ങളാണ് അവരെ ഇസ്ലാം മതത്തിലേക്ക് വരുന്നതും അവിടെ മുഹമ്മദിനെ അവർ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്ന് ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ. ഔസ് ഗോത്രത്തിന്റെ തലവനും ഖസ്റജ് ഗോത്രത്തിന്റെ തലവനും മുഹമ്മദ് നബിക്ക് സ്വന്തം മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടാണ് പിന്നെ അവിടെ സ്വീകരിച്ചതെന്നും അങ്ങനെ ഒരു കസ്റ്റം അവിടെ ഉണ്ടായിരുന്നു ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനി അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടായിരുന്നു എന്ന് വെക്കാം. 900 ഗോത്രങ്ങളുള്ള സ്ഥലത്ത് ഒരാളൊരു ആശയപ്രചാരണം നടത്താൻ പോയിട്ട് തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ ഗോത്രത്തിന്റെ തലവൻ അയാളുടെ മകളെ മുഹമ്മദ് നബിക്ക് പ്രവാചകന് കെട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കഷ്ടം ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്ത കഷ്ടം തന്നെയാണ് ചങ്ങായി. ചെറിയ കഷ്ടം എന്നല്ല, വലിയ കഷ്ടമാണത്. അതിനെ കഷ്ടം എന്നല്ല പറയാ, കഷ്ടം എന്നാണ് പറയാ, കഷ്ടം കേട്ടോ. എന്താ കഥ, ഓരോരോ കാര്യങ്ങളെ. വിവാഹം ചെയ്ത ഉടനെ പ്രവാചകന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട്, കാരണം വീട്ടിലെ അവസ്ഥകൾ അത്രക്കും പരിതാപകരമായിരുന്നു. അപ്പൊ അങ്ങനെ വിവാഹം കഴിഞ്ഞു, മനസ്സിലായോ? വിവാഹം കഴിഞ്ഞു. അങ്ങനെ വിവാഹം കഴിഞ്ഞ അപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം വീട്ടിലത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്താ പരിതാപകരം നിങ്ങൾ പറയും. എത്ര പെണ്ണുങ്ങളുണ്ട് എന്നും എത്ര ഭാര്യമാരുണ്ട് എന്നും എത്ര പരിചാരികമാർ എന്ന രീതിയിൽ എത്ര അടിമ സ്ത്രീകളുണ്ട് എന്നുള്ളതിന് കണക്കുണ്ടാവില്ലായിരിക്കും അല്ലേ? അതുകൊണ്ട് വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും അവിടുത്തെ ഒരു കഷ്ടം മാനിച്ച് ഗോത്രത്തിലേക്ക് ഇസ്ലാം സ്വീകരിച്ച് വന്ന ഒരു ഗോത്രത്തിന്റെ തലവനായ ആ തലവന്റെ മോളെ ആ കഷ്ടം ഉദ്ദേശിച്ച് പിന്നെ വിധവയായ അവരെ വിവാഹം കഴിച്ച് സ്വീകരിക്കാൻ അദ്ദേഹം കാണിച്ച ആ മഹാമനസ്കത ഉണ്ടല്ലോ, അത് ഭയങ്കര മാതൃകയാണ്, ഉത്തമ മാതൃകയാണ്. അതുകൊണ്ടാണോ മുജാഹിദ് നേതാക്കന്മാരിൽ ദഅവത്ത് നടത്തിയിട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന പല ഉന്നത കുലജാതരായിട്ടുള്ള സ്ത്രീകളെയും പ്രത്യേകമായിട്ട് ഈ ദഅവത്ത് നടത്തുന്ന വലിയ മുതിർന്ന മുദീറന്മാര് കല്യാണം കഴിച്ചിട്ട് കഷ്ടം സെറ്റാക്കുന്നത്? അതേ കഷ്ടമാണോ ഇതും? ആണോ? ഒരുപാട് പ്രബല മുജാഹിദ് ദായിമാർ അങ്ങനെ ഉന്നത കുലജാതരായ, കുലജാത മീൻസ് നിങ്ങളുടെ ഭാഷയിലുണ്ടോ, സ്ത്രീകളെ വിവാഹം പിന്നെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം വിവാഹം കഴിച്ച് ആ കഷ്ടം നിലനിർത്തി പോരുന്നതായിട്ട് നിങ്ങൾക്ക് എമ്പാടും അന്വേഷിച്ച ഉത്തരം കിട്ടും. നമ്മളായിട്ട് ഇനി ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ അതെന്തായാലും വല്ലാത്തൊരു കഷ്ടമാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു കഷ്ടം ആണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാനും ദിവസങ്ങൾ നീണ്ടു നിന്നു. അതിനിടയ്ക്ക് പ്രവാചകൻ ഒരു തോട്ടത്തിൽ ഒരു ചെറിയ വരാൻ വേണ്ടി സ്വഹാബിമാരെ ഉത്തരവാദപ്പെടുത്തി. ഒരു കഷ്ടം നിലനിർത്താൻ വേണ്ടി ചെയ്ത കല്യാണല്ലേ? വീട്ടിലത്തെ സാഹചര്യങ്ങളൊക്കെ ശരിയായിട്ട് പതുക്കെ പോരെ? എന്തിനാണ് ഈ തട്ടിക്കൂട്ട് തോട്ടത്തിലെ സെറ്റപ്പ് സായിബേ? എന്ത് മാതൃകയാണ് അതിനകത്തുള്ളത്? വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിൽ കഷ്ടം നിലനിർത്താൻ വേണ്ടി ഗോത്ര നേതാവിന്റെ മകളെ കെട്ടുക, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ശരിയാക്കിയെടുത്ത് അവരെ മാന്യമായി വീട്ടിലേക്ക് സ്വീകരിച്ച് ഭാര്യയായി കൊണ്ടുവരുന്നതിന് പകരം തോട്ടത്തിൽ തട്ടിക്കൂട്ട് സെറ്റപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് ആളെ പറഞ്ഞയച്ച് പെൺകുട്ടീനെ രാത്രി മൈപ്പലക്ക് തോട്ടത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവിടത്തേക്ക് മുഹമ്മദ് നബി പോവുക. സത്യത്തിൽ ഇത് കഷ്ടമാണോ? ആണോ? ഇതെന്ത് കഷ്ടം സാഹിബേ, എന്ത് കഷ്ടത! നിങ്ങളെ മുഹമ്മദ് നബിയെ തെരുവിൽ അവഹേളിക്കുകയാണെന്ന് ഞാൻ പറയും. കുന്തിപ്പുഴയുടെ തെരുവിൽ നിന്ന് മുഹമ്മദിനെ അവഹേളിക്കുകയാണ് അക്ബർ ചെയ്തത്. മുഹമ്മദ് നബി ഒരു കല്യാണം കഴിച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത എന്ത് സാഹചര്യമായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്? നിങ്ങൾ പറയും. എന്തെങ്കിലും പറയണേ, എന്താ സാഹിബങ്ങൾ കാട്ടിയത് അവിടെ? നിങ്ങളിപ്പോൾ എന്താ കാണിച്ചത്? എന്നിട്ട് ആ കഷ്ടം നിലനിർത്താനാണെങ്കിൽ ആ കഷ്ടം അവിടെ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞില്ലേ? എന്തിനാ അർജന്റ്? എന്തിനാ എന്താ കഥ? അങ്ങനെ അപ്പോൾ അവരുടെ മനസ്സിൽ, അവർ വിവാഹം ചെയ്യപ്പെട്ടയാളാണ്, അവരുടെ മനസ്സിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പിതാവ് പറഞ്ഞു കൊടുത്ത ധാരണയാണുള്ളത്. ആ ധാരണ എന്താണ്? രാഷ്ട്രനായകൻ, വലിയ സാമ്പത്തിക, വലിയ സമ്പന്നൻ, വലിയ കൊട്ടാരം പ്രതീക്ഷിച്ചുകൊണ്ട്, സമ്പന്നന്റെ വലിയ ഉപചാരങ്ങളും കാറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന കുട്ടി കാണുന്നത് പ്രവാചകൻ ഉണ്ടാക്കിയ താൽക്കാലികമായ ഒരു ചെറ്റക്കുടിലാണ്. തന്റെ ഭർത്താവായി വരുന്നയാളെ കാണുന്നത് കീറി പറഞ്ഞ തുണിയുമായി വരുന്ന, കാലിലെ ഉപയോഗിച്ചിരുന്ന പാദരക്ഷകൾ തേഞ്ഞ ഒരു മനുഷ്യനെയാണ്.
ആ തേഞ്ഞ പാദരക്ഷ മുഹമ്മദ് നബിയുടെ ഓർമ്മക്കായിട്ട് തിരികേശം സൂക്ഷിച്ച പോലെ സൂക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ സാഹിബ് അല്ലേ? ഏത് പാദരക്ഷ തേഞ്ഞ കഥയാണ് നിങ്ങൾ പറയുന്നത്? എവിടുന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് തേഞ്ഞ പാദരക്ഷ. എന്താണ് VKCന്റെ ഹവായി ചെരുപ്പിട്ടിട്ടാണ് മുഹമ്മദ് നബി മണലിൽ കൂടെ നടന്നിരുന്നത്? പാദരക്ഷ തേയാൻ എവിടുന്നാണ് ഈ കണ്ണീർ കഥ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? എവിടുന്നാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? മുഹമ്മദ് നബിയെ രാജാവായിട്ട് വിചാരിച്ച് അല്ലേ, സർവാഭരണ വിഭൂഷിതനായി രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഗോത്രമൂപ്പന്റെ പൊന്നോമന പുത്രിയുടെ മണിയറയല്ല തോട്ടത്തിലേക്ക് കീറിയ ചെരുപ്പും അല്ലെങ്കിൽ തേഞ്ഞു കീറിയ ചെരുപ്പും കീറിപ്പറിഞ്ഞ വസ്ത്രവുമായി അല്ലെ ഒരു മിസ്കീനിനെ പോലെ ആ രാജാവ് മന്ദം കടന്നു ചെല്ലുകയാണ് സുഹൃത്തുക്കളെ. ആ BGMയുടെ മക്കളെ കരയേ, കുട്ടികൾ കൂട്ടക്കരച്ചിൽ കരയേ. മുഹമ്മദ് നബിന്റെ ഒരു അതാപാലോചിക്കണം. ഓരോരോ കഷ്ടം നിലനിർത്താൻ വേണ്ടി മുഹമ്മദ് നബി പെടുന്ന ഓരോരോ കഷ്ടപ്പാടേ. അദ്ദേഹം നല്ല എന്താ പറയാ വിരഹം തുളുമ്പുന്ന നോവലുകളൊക്കെ വായിച്ചിരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ കണ്ണനെന്ന് അറിയണോ അത് കേട്ടിട്ട്? ഇങ്ങനെയൊക്കെ കഥ പറയാൻ പറ്റും നിങ്ങൾക്ക്? എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇത്ര നേരം സാഹിബ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, സാഹിബ് ഈ പറഞ്ഞത് മുഴുവൻ നുണയാണ്. ഈ പറഞ്ഞ നരേഷൻ മുഴുവൻ നുണയാണ്, എവിടെയും തെളിവില്ലാത്തതാണ്, തെളിവ് വട്ടപൂജ്യമാണ്. ഇല്ലെങ്കിൽ മണ്ണാർക്കാട്ടുകാർ കുന്തിപ്പുഴക്കാർ സാഹിബിനെ ആ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരോട് ചോദിച്ചിട്ട് അക്ബർ സാഹിബ് ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് തെളിവ് അതിന്റെ എന്താ പറയാ സനതടക്കം ആൾക്കാരെ മുമ്പിൽ വെക്കാൻ പറയും. നമുക്ക് പരിശോധിക്കാം. ഞാനും മണ്ണാർക്കാട്ടുകാരനാണല്ലോ, ഞാനും കൂടെ പരിശോധിക്കാൻ. നമുക്ക് നോക്കുക അക്ബർ സാഹിബ് ഈ പറഞ്ഞ കണ്ണീർ കഥ ഈ ജൗനിന്റെ തോട്ടവുമായി ബന്ധപ്പെട്ട് എവിടുന്നാണ് സാഹിബിന് കിട്ടിയത്? നീ നമ്മളാരും കാണാത്ത കിതാബ് നിങ്ങളത്തുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാലോ. നബിനെ കുറിച്ച് നീ തോട്ടത്തിന്റെ കഥ പറഞ്ഞിട്ട് പിന്നെ തമാശാക്കണ്ടല്ലോ. അതുകൊണ്ട് പരിപാടി സംഘടിപ്പിച്ചവരും നാസ്തികതയെ തെരുവിൽ വിചാരണ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ തടിച്ചുകൂടിയവരും അക്ബർ സാഹിബിന്റെ മറുപടി കേട്ട് ധൃതങ്ക പുളങ്ങിതരായവരും എല്ലാവരും സംഘാടകരെ വിളിച്ചിട്ട് സാഹിബേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കഥയുടെ കണക്ക് വേണം, തെളിവ് വേണം എന്ന് ചോദിക്കണം. തെളിവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു കോപ്പി എനിക്കും തരണം, ഞാനും ഒന്ന് നോക്കട്ടെ. അക്ബർ സാഹിബ് പറഞ്ഞ തെളിവുള്ളതാണെങ്കിൽ ഈ ചാനലിൽ എനിക്ക് അബദ്ധം പറ്റിയതാണെന്നും എനിക്ക് തെറ്റ് പറ്റിയതാണെന്നും അക്ബർ സാഹിബാണ് ശരിയെന്നും ഞാൻ ഇവിടെ പറയും. ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ കണ്ണീർ കഥ. അപ്പം എന്തായാലും ഇത്ര നേരം പറഞ്ഞ മുഴുവൻ തൊള്ളബടായിയാണ്. ചോദ്യം ചോദിച്ച ആളെ ഊശിയാക്കുന്ന പരിപാടി, കേട്ടോണ്ടിരിക്കുന്ന ആളുകളെ അങ്കലാപ്പിലാക്കുക എന്ന പരിപാടി. ഇത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി കേൾക്കാം. അവർക്ക് സ്വാഭാവികമായി മോഹഭംഗമുണ്ടായി. അവർ പറഞ്ഞു ഒരു രാജാവിന്റെ മകളെ ഇങ്ങനത്തെ ഒരു മിസ്റ്റീനല്ലല്ലോ വിവാഹം ചെയ്യേണ്ടത്. ആംപ്ലിഫയറിന് തന്നെ ഒരു ചെറിയ സങ്കടം ഉണ്ട് അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിലെ ആംപ്ലിഫയർ തന്നെ ഞെരങ്ങിക്കൊണ്ടിരിക്കണം അവിടെ. ഇതുപോലത്തെ സങ്കട കഥ കേട്ടാൽ ഏത് ആംപ്ലിഫയറും കരഞ്ഞു പോകും. പ്രവാചകൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പടച്ചവനിൽ നിന്ന് ഞാൻ താങ്കളെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അവരെ കൊണ്ടുവന്ന സഹാബിമാരോട് തന്നെ അവരെ തിരിച്ചു കൊണ്ടുപോയാക്കാൻ പറയുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് തിരിച്ചയക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ. ഞാൻ ആകെ ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവരെല്ലാവരും കൂടി എന്നെ എന്താണ് അക്ബർ സാഹിബ് പറയുന്നത് പറഞ്ഞപ്പോൾ എത്ര എളുപ്പം കഴിഞ്ഞു അല്ലേ? ഇതിൽ അടിസ്ഥാനപരമായി ഞാൻ വിശ്വാസികളോട് ചോദിക്കാനുള്ള ചോദ്യം, ഇവർ പറഞ്ഞ അതേ കഥയിൽ പറയുന്നു ഇവർ വിധവയായിരുന്നു എന്നുള്ളത്. വിധവയായ ഒരു പെൺകുട്ടിയെ തൻ്റെ സമ്മതമില്ലാതെ വാപ്പാനോട് നിന്ന നിപ്പിൽ കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് നബിക്ക് അറിയില്ലേ കൂട്ടരെ? എന്ത് കഷ്ടത്തിൻ്റെ ഭാഗമാണെങ്കിലും മകളോട് സമ്മതം ചോദിക്കണം എന്നുള്ള കാര്യം മുഹമ്മദ് നബിക്ക് അറിയില്ലേ? വിധവയാണെന്ന് അവർ പറയുന്നു. അവർ കസിനെ കല്യാണം കഴിച്ചിരുന്നു, അയാൾ മരിച്ചു പോയതാണ് എന്നും ഇബ്നു സഅദിന്റെ പുസ്തകത്തിലുണ്ട് ഈ പറയപ്പെടുന്നത് കേട്ടോ. ഇതുകൊണ്ടൊന്നും സഹീഹ് ബുഖാരിയിലെ 52-55 രക്ഷപ്പെട്ടുപോയില്ല. അത് വേറെ കഥയാണ്, അത് നമുക്ക് പിന്നെ പറയാം. അപ്പം എന്തായാലും ഈ കഥ ഒരു തെളിവില്ലാതെ അക്ബർ സാഹിബ് അവിടെ ചോദ്യകർത്താവിനെയും ചോദ്യത്തിന് ഉത്തരം ശ്രവിക്കാനിരുന്ന മനുഷ്യരെയും കബളിപ്പിച്ച് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഒരു പുസ്തകത്തിലും അക്ബർ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നരേഷൻ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ സംഭവം വിവരിക്കുന്നത് ഇബ്നു സഅദിന്റെ പുസ്തകത്തിലാണ്. ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ ഈ തരം നരേഷൻ അല്ല ഉള്ളത്, അതിന് വ്യത്യസ്തമായിട്ടുള്ള നരേഷനാണുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ആവശ്യക്കാർക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാം, ഒക്കെ ചെയ്യാം. ഞാൻ ഫുൾ സ്ക്രീനിൽ കാണിച്ചു തരാം. ഹദീസിലും ഇത് പരസ്പരം പൊരുത്തപ്പെടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെന്താണ് ഇവർ അവസാനം കാണിച്ച ഒരു ചെപ്പടി വിദ്യ എന്നുകൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ഇതാണ് ഒന്ന്. ഒരു പെൺകുട്ടിയുടെ വിവാഹം, പ്രത്യേകിച്ച് വിധവയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വാക്കാലുള്ള സമ്മതം വേണം എന്ന ഇസ്ലാമിക നിയമം അവിടെ കിടക്കുകയാണ്. രണ്ടാമത്തത്, വിവാഹം കഴിഞ്ഞു എന്ന സമയത്ത് ത്വലാഖിന്റെ ബാബിലാണ് ഇത് എഴുതി ചേർത്തതെന്നാണ് നേരത്തെ പറഞ്ഞത്. അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ത്വലാഖിന്റെ ബാബിലാണെങ്കിൽ അവിടെ ചെന്നിട്ട് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. അതൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാണ് കഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാണ് അവസാനിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച വിവാഹം കഴിയുകയും എന്നാൽ ശാരീരിക സ്പർശം നടക്കാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഉള്ള വിവാഹത്തിന്, ത്വലാഖിന് എല്ലാം ഉദാഹരണമായാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുക. എന്താ നിങ്ങൾ പറഞ്ഞത്?
അല്ല എൻ്റെ സാഹിബ്, ഒരു കഷ്ടത്തിന് വേണ്ടി കല്യാണം കഴിച്ചാലല്ലേ? അതിന് ശാരീരിക ബന്ധം എന്തിനാ ഞങ്ങൾ മസ്റ്റാക്കണേ? ഒരു കസ്റ്റല്ലേ? ഇനി ഇസ്ലാം സ്വീകരിച്ച ഒരു ഗോത്ര തലവന്റെ മകളെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പം ഈ മകളുടെ സമ്മതമില്ലാതെയാണ് ആ ഗോത്ര നേതാവ് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തതായിട്ട് ഹദീസിലുണ്ടോ? കല്യാണം കഴിപ്പിച്ചു കൊടുത്ത കസ്റ്റം നിലനിർത്താൻ വേണ്ടി കല്യാണം കഴിച്ച ഗോത്ര നേതാവിനെയോ ഗോത്ര നേതാവിന്റെ മകളെയോ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ വേഗം ഉടുപ്പ് വാങ്ങിക്കൊടുത്ത് പറഞ്ഞയക്കുക ചെയ്യാം ആണോ? വിവാഹത്തിന് ശേഷം വിധവയാണെങ്കിൽ സമ്മതം ചോദിക്കണ്ടേ? സമ്മതം കിട്ടിയിരുന്നോ? ഒരു കവായതിയില്ല. എന്ത് മാതൃക! വഴിയിൽ ചന്തയിൽ വെച്ച് കണ്ട ആളോടുത്ത് അവിടെ നിന്ന് കച്ചവടം ഉറപ്പിച്ചിട്ട് മഹറും തീരുമാനിച്ചിട്ട് 12.5 ഊക്കിയ വെള്ളിക്ക് മകളെ റൂമിലെത്തിക്കാൻ പറയണതാണോ നമ്മളെ കല്യാണം? അതാണ് മാതൃക. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ എന്തോ പ്രാരാബ്ദ ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അയലോക്കത്തെ തോട്ടത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതാണോ കല്യാണം? ഇതാണോ മുഹമ്മദ് നബിയുടെ ദാമ്പത്യ മാതൃക? എന്നിട്ട് സമ്മതമില്ലാതെ കല്യാണം കഴിച്ചതാണെന്ന് കല്യാണത്തിന് ശേഷം ശാരീരിക ബന്ധത്തിന് മുൻപ് അറിഞ്ഞാൽ എങ്ങനെ മാന്യമായിട്ട് പറഞ്ഞയക്കണം എന്നതിന് മാതൃകയാണ് ഇത് എന്നൊക്കെ പറയുന്നത് ചെറിയ തൊലിക്കട്ടി മതി നിങ്ങൾക്ക്. ഇനി ഇതാണ് മാതൃക. അപ്പം സമ്മതമില്ലാതെയാണ് കല്യാണം കഴിപ്പിച്ചതെന്ന് മുഹമ്മദ് നബി മനസ്സിലാക്കിയപ്പോൾ മാന്യമായിട്ട് തിരിച്ചയച്ചു എന്നതാണ് അതിലുള്ള മാതൃകയെങ്കിൽ അത്ര നേരം നടന്നതിന് ആരെ ഉത്തരം പറയാം? ആരെ സമാധാനം പറയാം? ഇനി നിങ്ങൾ പറയണേക്ക് മുഹമ്മദ് നബി മാന്യനാണ് എന്നുള്ളതിന് അക്ബർ സാഹിബ് വലിയൊരു തെളിവ് വരുന്നുണ്ട്. നിങ്ങൾ കേട്ടോളി. ഇതിലെ ഈ ഒരു വശം മാത്രം, ഈ ഒരു സന്ദർഭം മാത്രം എടുത്തിട്ട് പറയാം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവരെല്ലാം വീക്ഷണത്തിൽ പറയുന്ന രൂപത്തിലുള്ള ഒരു ശ്രീലംബടനായിരുന്നു അദ്ദേഹമെങ്കിൽ ഒരു ദിവസമെങ്കിലും അവരെ അനുഭവിച്ചതിന് ശേഷം മാത്രമേ അവരെ പറഞ്ഞേക്കേണ്ടതുള്ളൂ. കാരണം വിവാഹം ചെയ്യപ്പെട്ട് മഹർ കൊടുത്ത് വിവാഹം ചെയ്ത മുഹമ്മദ് നബിന്റെ മഹാത്മ്യം അവരെ പ്രാപിക്കാതെ വിട്ടു എന്നാണ്. ഒരു ദിവസമെങ്കിലും അവരെ അനുഭവിക്കാതെ മുഹമ്മദ് നബി വിട്ടു എന്നതാണ് മുഹമ്മദ് നബിയിൽ നമുക്കുള്ള മാതൃക. ഞാൻ ഈ പരിപാടി നിർത്തിയാലോ എന്നാണ് ആലോചിക്കുന്നത്. എന്തെങ്കിലും അഭിപ്രായം? അക്ബർ സാഹിബ് നാസ്തികയുടെ തെരുവ് വിചാരണ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വേറെ വല്ല പണി നോക്കാമെന്നാണ് ആലോചിക്കുന്നത്. ഒരു പ്രവാചകനെ കുറിച്ച് പറയാം. പ്രവാചകന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ നല്ല കൈപ്പാങ്ങിന് ഒരു തോട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ട് അവരെ ഒരു ദിവസമെങ്കിലും അനുഭവിക്കാതെ അവർക്ക് സമ്മതമല്ല എന്ന് കണ്ടപ്പോൾ തിരിച്ചയച്ചു എന്നതാണ് നല്ല മാതൃക. ആ പെൺകുട്ടി എങ്ങനെ അവിടെ കൊണ്ടുവരപ്പെട്ടു എന്നതിന് ആര് സമാധാനം പറയും സാഹിബേ എന്ന ചോദ്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. മുഹമ്മദ് നബിയോട് തരിമ്പെങ്കിലും സ്നേഹമുള്ള മുസ്ലിം സമൂഹം അക്ബർ സാഹിബിന്റെ ഈ കലാപരിപാടി തെരുവിൽ അവസാനിപ്പിക്കുന്നതാണ് നിങ്ങളെ നബിന്റെ അന്തസ്സിന് നല്ലത്, ഉള്ള അന്തസ്സിന് ബാക്കി നല്ലത്. എന്താണ് ഇയാളുടെ നിലവാരം? എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രവാചകനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ മുഹമ്മദ് സ്ത്രീലമ്പടനായിരുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല, പറയൂല. കാരണം എന്താ? അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ടാ പറയില്ലാത്ത. അങ്ങനെ ഒരാൾ ആക്ഷേപിക്കൽ ഉദ്ദേശമില്ല. പക്ഷെ മുഹമ്മദ് നബി സ്ത്രീലമ്പടൻ ആയിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അക്ബർ ഇപ്പൊ പറഞ്ഞ ഈ തെളിവുണ്ടല്ലോ, ഈ തെളിവ് ഇതിനോളം മുഹമ്മദിനെ ആക്ഷേപിക്കാവുന്ന വേറൊരു വചനവും ഇല്ല. നിങ്ങളെ നബി, നിങ്ങളെ സാഹിബ്, നമ്മൾ വിട്ടാളി. താല്പര്യമില്ല എന്ന് വന്നപ്പോൾ അവരുടെ സമ്മതത്തോടെയല്ല ഇത് നടന്നത് എന്ന് പ്രവാചകൻ ബോധ്യപ്പെട്ടപ്പോൾ ലോകത്തിന് മുഴുവൻ മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താല്പര്യമില്ലാതെ വിവാഹം ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യാം എന്നതിന് നല്ലൊരു മാതൃക കൂടി കാണിച്ചു തന്നുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ പറഞ്ഞേക്കാണ് ചെയ്തത്. വല്ലാത്ത മാതൃക അല്ല സാഹിബേ. കല്യാണം കഴിഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് തൊലാക്ക് ചെല്ലുകയാണെങ്കിൽ, തൊലാക്ക് അവിടെ സംഭവിച്ചില്ല കേട്ടോ, കാരണം തൊലാക്ക് ഇല്ല അവിടെ, 3 തൊലാക്കൊന്നും ഇല്ല. പിന്നെ വിവാഹം അസാധുവാകുകയാണെങ്കിൽ മഹർ നബിക്ക് കിട്ടേണ്ടതല്ലേ? അത് നബിക്ക് തിരിച്ചു കൊടുത്തോ? പിന്നീട് എപ്പോഴെങ്കിലും ആ ഊക്കിയ വെള്ളി തിരിച്ചെത്തിച്ചോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ? അത് നിങ്ങൾ സമയം പോലെ അറിയിച്ചാൽ മതി. കാരണം ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ കൊടുത്തത് എത്ര ഊക്കിയ വെള്ളി ആയിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് കാണാം. ഇനി എന്താണ് ഹദീസിലുള്ളത്? അദ്ദേഹം പറഞ്ഞത് 1, 2, 3 ഇതൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഹദീസ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അവർക്ക് പ്രവാചകന്റെ മഹത്വത്തെയും പ്രവാചകന്റെ അടുത്ത് നിന്ന് പ്രവാചകനുമായുള്ള ഇസ്ലാമിന്റെ മഹത്വത്തെയും എല്ലാം കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കുകയും ജീവിതാവസാനം വരെ അവർ തനിക്ക് സംഭവിച്ച അബദ്ധമൂർത്ത് കൊണ്ട് സങ്കടപ്പെടാറുണ്ടായിരുന്നു എന്നുമെല്ലാം കൂടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതെന്ത് വർത്താനം? അത് നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം കൂടെ ഒരുമിച്ച് പോകില്ലല്ലോ. മുഹമ്മദ് നബിയെ കുറിച്ച് വിവാഹം കഴിച്ചിരുന്ന ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞതിൽ തന്നെയുള്ള വൈരുദ്ധ്യം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞു ഈ പെൺകുട്ടി ഇവിടെ തൻ്റെ മണിയറയിലേക്ക് വരുന്ന പുതുമാരനെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ കോലത്തിൽ മുഹമ്മദ് നബിയെ കണ്ടപ്പോൾ അവർക്ക് മോഹഭംഗം ഉണ്ടായതല്ലേ സാഹിബ് പറഞ്ഞ നേരത്തെ? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താ? സമ്മതമില്ലാതെയാണ് വിവാഹം നടന്നത് എന്നറിഞ്ഞപ്പോൾ എങ്ങനെ തിരിച്ചുവിടാം എന്നതിന്റെ മാതൃകയാണ് ഇത് എന്ന്. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. മുഹമ്മദ് നബിയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമായിരുന്നു, അവർ സമ്മതം അറിയിച്ചിരുന്നു എന്നല്ലേ നിങ്ങൾ ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം? അതുകൊണ്ടാണല്ലോ ഈ കുട്ടി മണിയറയിലേക്ക് വന്നത്. മണിയറയിലേക്ക് പുതിയാപ്പിള വരും എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ വന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നാലൊരാൾ മുഹമ്മദ് നബി എന്ന മദീനയിലെ നേതാവ്, രാജാവ് എന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നും ആ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നും ആ പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതത്തിൽ നടന്ന കല്യാണമായിരുന്നു എന്നും അല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലേ?
നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. അല്ലേ സാഹിബേ? എന്നിട്ട് മാതൃക എന്താ? സമ്മതമല്ലാതെയാണ് കല്യാണം കഴിപ്പിച്ചതെങ്കിൽ എങ്ങനെയാണ് തിരിച്ചയക്കേണ്ടത് എന്നുള്ള മാതൃക. അപ്പൊ ഈ പെൺകുട്ടിക്ക് കല്യാണത്തിന് സമ്മതം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? നിങ്ങൾ പറഞ്ഞ നരേഷനിൽ അവ്യക്തത ഉണ്ട്, കല്ലുകടി. അതും കൂടി ഒന്ന് തീരുമാനമായി കൊടുത്താളി കേട്ടോ. ആൾക്കാർ മണ്ണാർക്കാട്ടൂർ ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നാർ സാഹിബ്, നിങ്ങൾ വല്ലാത്തൊരു സാഹിബന്. ഇനി നമുക്ക് ഇതിന്റെ യഥാർത്ഥ കഥ ഒന്ന് കേട്ടാലോ? ഇങ്ങനെ ഹദീസുകൾ ഒന്ന് കാണാം. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഉള്ള വിമർശനങ്ങൾ എന്നുള്ളതാണ് വസ്തുത. ഇനി നമുക്ക് വസ്തുതയിലേക്കൊന്ന് പോകാം. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഹദീസുകൾ എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എടുക്കുമ്പോൾ അതിന്റെ ആ ഹദീസിന്റെ മാത്രം ലഭ്യത എടുത്തുകൊണ്ടല്ല പരിശോധനാ വിധേയമാക്കേണ്ടത്, മറിച്ച് ആ ഹദീസുമായി ബന്ധപ്പെട്ട് വന്ന മറ്റ് ഗ്രന്ഥങ്ങളിലെ ഹദീസുകൾ, ആ ഗ്രന്ഥത്തിൽ തന്നെ പെട്ട ഹദീസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യം ബോധ്യപ്പെടും എന്നുള്ളതാണ് വസ്തുത. ശരി, അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ഒന്ന് ബോധ്യപ്പെടാൻ ശ്രമിക്കാം. ഇതാണ് ഹദീസുകൾ കേട്ടോ. ഹദീസുകൾ നിങ്ങൾ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത് 3 ഹദീസുകളാണ്. സഹീഹ് ബുഖാരിയിൽ ഇത് സംബന്ധമായി വന്ന 3 ഹദീസുകളാണ്. മുസ്ലിമിലെ ഹദീസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതില് ഈ 3 ഹദീസുകളിലും പറയുന്ന ആളുകളുടെ പേരുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 52, 54, അതായത് ഈ 52, 55 ഹദീസിലാണ് ജൗനിയ എന്ന് പറയുന്ന, ബനി ജൗൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ തോട്ടത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഈന്തപ്പന തോട്ടത്തിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നതും അവിടെ ചെന്നിട്ട് മുഹമ്മദ് നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യുക, അല്ലെങ്കിൽ നീ എന്നെ എനിക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നതും. അപ്പോൾ അക്ബർ സാഹിബ് പറഞ്ഞതുപോലെ മോഹഭംഗം ഉണ്ടാവുമല്ല, അവർക്ക് ആളെ മനസ്സിലായി. അവർ പറഞ്ഞു, ഒരു രാജകുമാരി തന്നെ ഒരു അങ്ങാടി പയ്യന് വിവാഹത്തിൽ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സഹീഹ് ബുഖാരിയിൽ 52, 55. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആളെ കൊണ്ടുവരുന്നത്, ജൗനിയ എന്ന് പറയുന്ന ഗോത്രത്തിലെ ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുവരുന്നത്, താമസിപ്പിച്ചിരിക്കുന്നത് ഇൻ ദ ഹോം ഓഫ് ഉമൈബ ബിൻത്ത് നുഅ്മാൻ ബിൻ ഷറാഹിൽ. ഉമൈമ എന്ന് പറയുന്ന സ്ത്രീയുടെ വസതിയിലാണ്, വീട്ടിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഉമൈബ ബിൻത്ത് നുഅ്മാൻ ബിൻ ഷറാഹിലിന്റെ വീട്ടിലേക്കാണ് ഈ ജൗനിയ എന്ന് പറയുന്ന ജൗൻ ഗോത്രത്തിലെ സ്ത്രീയെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി കല്യാണം കഴിച്ചു കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഹദീസ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു എന്ന് തൊട്ടടുത്ത ഹദീസിലുണ്ട് എന്ന് പറയുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മുഹമ്മദ് നബി, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന 2 ഹദീസ് 52, 54, ഇതിന് തൊട്ട് മുൻപുള്ള ഹദീസിൽ ഏത് ഭാര്യയാണ് മുഹമ്മദിനോട് എന്താ പറയാ അള്ളാഹുവിൽ നിന്ന് അഭയം തേടിയത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ജൗനിന്റെ മകളായിട്ടുള്ള ആളാണ് എന്ന് പറയുന്നുണ്ട് ഒരു ഭാഗം. അതൊരു ഭാര്യയായിരുന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഇവർ പറയുന്നത് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്ന പരാമർശമുള്ളത് അടുത്ത ഹദീസിലാണ്, 52, 56. അതിൽ ഇവരുടെ പേര് ഉമൈബ ബിൻത്ത് ഷറാഹിലിനെ മുഹമ്മദ് നബി കല്യാണം കഴിച്ചു എന്നാണ്. അവിടെയും ഇതേ സംഭവം ആവർത്തിക്കുന്നുണ്ട്. അവിടെ ശരീരദാനം ചെയ്യുന്നു എന്ന് പറയുന്നില്ല. അദ്ദേഹം അവിടത്തേക്ക് ചെന്നു, കൈ നീട്ടി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം തിരിച്ചയച്ചു. ഈ കല്യാണം കഴിച്ചത് ആരെയാണ്? ഉമൈബ ബിൻത്ത് ഷറാഹിലിനെയാണ്. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ ജൗനിയ എന്ന് പറയുന്ന ഈ ബനി ജൗൻ ഗോത്രത്തിലെ സ്ത്രീയെ കൊണ്ടുവരുന്നത് ആരുടെ വീട്ടിലേക്കാണെന്ന് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്ക്. അവിടെ ഉമൈബ ബിൻത്ത് ഷറാഹിലിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ആളും ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നതും തമ്മിൽ, ഈ പേരുകൾ തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. ഇത് ജം ചെയ്യാൻ പറ്റൂല. ഇനി വേറൊരു ഹദീസിൽ അസ്മ എന്ന പേര് ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. വേറൊരു ഭാഗത്ത് അസ്മ എന്നൊരു പേരും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്തറിയോ? ഈ 3 ഹദീസിലുള്ള പേരുകളെല്ലാം കൂടെ ചേർത്ത്, ഇതിലെ വാപ്പാര പേരും കൂടി ചേർത്ത് ബിൻ 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 ബിൻത്ത് എന്നൊക്കെ കേട്ടിട്ട് അസ്മ ബിൻത്ത് നുഅ്മാൻ ബിൻ അബി ഷറാഹിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ ഹലക സമാവാത്തി വൽ അർൾ എന്നാക്കിയിട്ട് ഒറ്റ സിംഗിൾ പേരാക്കിയിട്ട് ഇതിനെ മാറ്റുക എന്ന ചപ്പടി വിദ്യയാണ് ഇവർ കാണിക്കുന്നത്. ഇനി അടുത്തത്, ഇതാണ് ഞാൻ പറഞ്ഞ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിലാണ് ഈ സംഭവം കുറച്ചുകൂടി വിശദീകരിക്കുന്നത്. ഇവിടെ ബനി സായിദ ഗോത്രത്തിന്റെ ഒരു കൊട്ടാരത്തിലെ, മീൻസ് ഒരു കൂടാരത്തിലേക്കാണ് അവരെ കൊണ്ടുവരുന്നത്, ഒരു ടെന്റിലേക്കാണ് അവരെ കൊണ്ടുവരുന്നത്. ഇവിടെ പറയപ്പെടുന്നത് നിങ്ങൾ നോക്കൂ, കല്യാണം കഴിച്ച് കൊണ്ടുവന്നു എന്നേ അല്ല ഈ ഹദീസിൽ പറയുന്നത്. മുത്തഫഖുൻ അലൈഹി ആയി വന്ന ഹദീസിൽ ഇവിടെ പറയുന്നത് ഒരു അറബി സ്ത്രീയെ കുറിച്ച് മുഹമ്മദിനോട് പരാമർശിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ പരാമർശിക്കപ്പെടുകയും അദ്ദേഹം അവളെ കൊണ്ടുവരാൻ വേണ്ടി ആളെ പറഞ്ഞയക്കുകയും ചെയ്തു. എന്നിട്ട് അവരെ കോട്ടയിൽ താമസിപ്പിച്ചു. അവിടെ ചെന്നു, അവിടെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അള്ളാഹുവിൻ്റെ അടുത്ത് അഭയം തേടി. അവിടെ ചെന്നിട്ടും ചോദിക്കുന്നത് എന്താ പറയാ, അവരെ അടുത്തേക്ക് ഇരിക്കാൻ ശ്രമിച്ചു എന്നും തൊടാനാഞ്ഞു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. ഈ 2 ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. സഹീഹ് മുസ്ലിം 2007 സഹീഹ് ബുഖാരി 56-37 വിശദീകരിച്ച കാര്യമാണ്. ഇനി ഇവിടെ പറയുന്നത് ഈ സംഭവമാണ് മുത്തഫഖുൻ അലൈഹി ആയിട്ട് ഏകദേശം ഒരേ സംഭവങ്ങൾ വിശദമായിട്ട് എഴുതപ്പെട്ട ഒരു സംഭവം ഉള്ളത്. ഇതിൽ നിങ്ങൾ നോക്കൂ, ഇതിൽ പറയുന്നത് ഈ സംഭവത്തിന് ശേഷം മുഹമ്മദ് നബി അവരെ തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അവരോട്, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ശബ്ദം കുറച്ചൊരു ക്ലാരിറ്റി പോയെങ്കിലും ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നേരത്തെ അത്രയും ക്ലിയർ ഉണ്ടാവില്ലായിരിക്കും മേ ബി. ഞാൻ പറയുന്നത് ഈ ചരിത്ര സംഭവം വിശദീകരിക്കുന്ന ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ മുഹമ്മദ് നബി കല്യാണം കഴിച്ചിട്ട്
കൺസ്യൂമേറ്റ് ചെയ്യാത്ത ഒരു സ്ത്രീയുടെ അല്ല, ഒന്നിലധികം സ്ത്രീകളുടെ കഥ പറയുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. വെള്ളപ്പാണ്ട് കണ്ടതിന് ശേഷം ഒഴിവാക്കിയ കഥ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ കിലാബി ഒരു വുമന്റെ കഥ പറയുന്നുണ്ട്. അസ്മാ ബിൻത് നൊഅ്മാൻ ബിൻ അബീ ജാമിന്റെ കഥ പറയുന്നുണ്ട്. ഈ അസ്മാ ബിൻത് നൊഅ്മാന്റെ കഥ പറയുന്നത് സ്ക്രീനിന്റെ ഏറ്റവും വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പലതിനാണ് വിചാരിക്കുന്നത്. അവിടെ പറയുന്നത് പിന്നെ ഗോത്രത്തിന്റെ കസ്റ്റം ഒന്നല്ല. അവിടെ മുഹമ്മദിനോട് പറയുന്നത് ഷാൽ ഐ മാരി യു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിഡോ എമംഗ് ദ അറബ്സ് എന്നാണ്. അറബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് പിന്നെ കല്യാണം കഴിച്ചു തരട്ടെ എന്ന് ചോദിക്കുന്നതായിട്ടാണ് ഇതിനകത്തുള്ളത്. അതിൽ പറയുന്നത് ഷീ ഡിസയേഴ്സ് യു എന്നാണ്. മുഹമ്മദ് നബിയെ കല്യാണം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും അവരോട് പറയുന്നുണ്ട്. 12.5 ഊക്കിയ വെള്ളി അവിടെ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവിടെ ഡൗറിയെ കുറിച്ച് പിന്നെ എന്താ പറയാ ഒരു ഇത് നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്ത്രീയെ പറഞ്ഞയക്കാൻ വേണ്ടി, അതായത് ഈ സ്ത്രീയോടുള്ള സമ്മതമുണ്ട് എന്ന് ഈ പിതാവ് പറയുന്നു എന്ന കഥയാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഈ സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും നമ്മൾ നേരത്തെ കണ്ട മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അവ സംഭവത്തിലാണെങ്കിൽ വിശദീകരിക്കുന്നത് കല്യാണം ആലോചിക്കൂ എന്നാണ്, അല്ലെങ്കിൽ നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്നാണ്. ഇനി ഒരു സ്ത്രീയല്ല, വേറെയും സ്ത്രീകളെ കുറിച്ച് ഇതേ സംഭവം അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള സംഭവം ഇബ്നു സഅദിന്റെ അതേ പുസ്തകത്തിൽ നിങ്ങൾക്ക് പിന്നെയും വായിക്കാൻ പറ്റും. ഇതിൽ ഉമ്മുഹാനിയെ കുറിച്ച് പറയുന്ന കഥ നോക്കൂ. ഇതില് ഉമ്മുഹാനി എന്ന് പറയുന്ന മുഹമ്മദിന്റെ പിന്നെ അബൂ താലിബിന്റെ മകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ വായിക്കാം. ഉമ്മുഹാനിയെ കല്യാണം ആലോചിച്ചതിന്റെ കഥ. ഈ ഉമ്മുഹാനിയുടെ പുറകെ നടക്കുന്ന മുഹമ്മദ് നബി ഉമ്മുഹാനിയെ പുറകെ കൂടുന്ന കഥ ഇതേ പുസ്തകത്തിൽ ഈ പറയുന്ന രണ്ടാമത്തെ 2 കോളങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി പറഞ്ഞുതരാം. ഈ പറയപ്പെടുന്ന തോട്ടത്തിലെ സംഭവം പറയുന്നുണ്ടല്ലോ, ഈ സംഭവം പറയുന്നതിന് ശേഷം ഇതേ പിന്നെ ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ പറയുന്ന മറ്റു 2 സംഭവങ്ങൾ കൂടിയുണ്ട്. ഈ സ്ത്രീ ഇങ്ങനെ പിന്നെ സമ്മാനമൊക്കെ കൊടുത്ത് പറഞ്ഞയക്കാൻ പോയി. അങ്ങനെ പറഞ്ഞയച്ചപ്പം ആ കൂട്ടത്തിലുള്ള വേറെ ഒരാൾ മുഹമ്മദിനോട് ചോദിക്കുന്നുണ്ട്, അവള് പോയെങ്കിൽ പോട്ര എന്ന രീതിയിൽ വേറൊരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ത്രീയെ കൊണ്ടുവരുന്നതിന് മുമ്പ് മുഹമ്മദ് മരണപ്പെട്ടു പോയി എന്നാണ് കഥ. അപ്പൊ ഇത് ഏത് കാലത്ത് നടക്കാന്ന് ആലോചിക്കണം. അത് മാത്രമല്ല വേറൊരു സംഭവത്തിൽ പറയുന്നത് വേറൊരു സ്ത്രീയെ കുറിച്ച് മുഹമ്മദിന്റെ അടുത്ത് പരാമർശിക്കപ്പെടുകയും മുഹമ്മദ് അവരെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് ആളെ പറഞ്ഞയക്കുകയും അവരിവിടെ എത്തുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു പോയി എന്നും കഥയുണ്ട്. അപ്പൊ ഇത് ഒരു സംഭവമോ ഒരു തോട്ടമോ ഒരു സ്ത്രീയോ ഒരു വിഷയമോ ഒരു പേരോ ഒന്നുമല്ല. ഇതെങ്ങനെയാണ് നിങ്ങൾ ജമ ചെയ്തതെന്നും ഇത് ഇങ്ങനെയാണ് ഇത്ര സിമ്പിൾ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞ ഈ നരേഷൻ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്നും നിങ്ങൾ മുസ്ലിം പൊതുസമൂഹത്തോട് പറയണം. അറ്റ്ലീസ്റ്റ് മണ്ണാർക്കാട്ടുകാർക്ക് പറയണം. ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ട സ്ത്രീകളുടെ കഥകൾ നിങ്ങൾ വായിച്ചാൽ ഞെട്ടിപ്പോകും. ഇത്രയും നല്ല മാതൃക ഇട്ടിട്ട് നമ്മൾ എന്തിനാണ് മുർത്തതായി പോയത് എന്ന് വരെ നമ്മൾ ചിന്തിച്ചു. ആ ജാതി മാതൃകകളാണ് എഴുതി കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പരമാവധി അതൊക്കെ അന്ന് അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞത് അത് നിങ്ങൾ വലിയ ഇഷ്യൂ ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊക്കെ തെരുവിൽ വന്ന് നിങ്ങൾ ന്യായീകരിച്ചിട്ട് ഇത് എഴുതുന്നവരും വിമർശിക്കുന്നവരൊക്കെയാണ് പ്രശ്നക്കാര്, ഇത് പ്രശ്നമുണ്ട് എന്ന് പറയുന്നവർക്കാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നത് കൂടുതൽ ആളുകളെ ഇത്തരം ചീഞ്ഞളിഞ്ഞ കഥകൾ തെരഞ്ഞു പോകാനും അവർക്ക് അതുവഴി ഉള്ള ഈമാൻ നഷ്ടപ്പെടാനും മാത്രമേ ഇടയാക്കുകയുള്ളൂ എന്നാണ് എനിക്ക് നിങ്ങളോട് ആ കാര്യത്തിലൊക്കെ. സൗണ്ട് നിങ്ങൾക്ക് ഒട്ടും കേൾക്കുന്നുണ്ടായില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ് ഈ കഥകൾ. ഇത് അവസാനമായപ്പോഴത്തേക്ക് സൗണ്ട് കേട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിന് വിശദീകരണം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശദീകരണം നൽകാം.